കഴിയുമെങ്കിലി പാനപാത്രമേ പ്രിയതാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനു ഭൂമിയിൽ വീണു താതനോടർപ്പിച്ചു. കഴിയുമെങ്കിലി പാനപാത്രമേ പ്രിയതാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനു ഭൂമിയിൽ വീണു താതനോടർപ്പിച്ചു. മർത്യപാപങ്ങൾ വന്നുയർന്നൊരു മാമല തീർത്തു നിൽക്കവേ. ഭീതിയാൽ മൃദുമേനിയാകവേ രക്തധാരയിലാഴ്ന്നു പോ. കഴിയുമെങ്കിലി പാനപാത്രമേ പ്രിയതാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനു ഭൂമിയിൽ വീണു താതനോടർപ്പിച്ചു. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
മഹോന്നതനായ കർത്താവേ, ദൈവമായി അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. മഹത്വപൂർണമായ ത്രിത്വത്തെ ഞങ്ങൾ എല്ലാ സമയവും സ്തുതിക്കുന്നു. ഞങ്ങൾ രക്ഷകനായ മിശിഹ അനുഭവിച്ച പീഡകൾ ഭക്തിപൂർവം ഞങ്ങൾ അനുസ്മരിക്കുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ മിശിഹ നേടിയ വിജയത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഫലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങയെ കാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു? പകൽ സമയം ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്ക് ഉത്തരമരുളിയില്ല. രാത്രിയിലും ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്കായി കാത്തിരുന്നില്ല. നീ പരിശുദ്ധനാകുന്നു, നിന്റെ മഹിമയിൽ ഇസ്രായേൽ വസിക്കുന്നു. എന്റെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ നിന്നിൽ ശരണം ഗമിച്ചു. അപ്പോൾ നീ അവർക്ക് വിമോചനമേകി. നിന്നോടവർ നിലവിളിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. നിന്നിൽ അവർ ആശ്രയിച്ചു, അവർ ലജ്ജിതരായില്ല. ഞാൻ മനുഷ്യനല്ല, കൃമിയാകുന്നു, മനുഷ്യരുടെ നിന്ദാവിഷയവും ജനത്തിന്റെ പരിഹാസപാത്രവുമാകുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ വികൃതമായ ആംഗ്യങ്ങൾ കാട്ടുകയും തലയാട്ടുകയും ചെയ്യുന്നു. കർത്താവ് രക്ഷിക്കുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. അവനിൽ സംപ്രീതനാണെങ്കിൽ കർത്താവ് അവനെ രക്ഷിക്കട്ടെ. എന്നിൽ നിന്ന് നീ അകന്നിരിക്കരുതേ. ഇതാ ദുരിതമടുത്തിരിക്കുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല. നായ്ക്കൾ എന്റെ ചുറ്റും കൂട്ടം കൂടി, ദുഷ്ടരുടെ സംഘം എന്നെ വളഞ്ഞു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, അസ്ഥികളെല്ലാം പ്രലപിച്ചു. ആക്ഷേപപൂർവം അവർ തുറച്ചു നോക്കി. എന്റെ വസ്ത്രം അവർ ഭാഗിച്ചെടുത്തു, അങ്കിക്ക് വേണ്ടി അവർ ചീട്ടിയിട്ടു. കർത്താവേ, നീ എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, സഹായത്തിന് വേഗം വരണമേ. വാളിൽ നിന്ന് എന്റെ ജീവനെ രക്ഷിക്കണമേ. ഏകാഗിയായി എന്നെ നായ്ക്കളിൽ നിന്ന് വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഉയർന്ന കൊമ്പിൽ നിന്ന് എളിയവനായി എന്നെ വിടുവിക്കണമേ. അഗതിയുടെ അർത്ഥനാവൻ നിന്ദിച്ചില്ല, അവഗണിക്കുകയോ മുഖം തിരിക്കുകയോ ചെയ്തില്ല. അയാൾ വിളിച്ചപ്പോൾ അവൻ ശ്രവിച്ചു. ജനസമൂഹത്തിൽ എനിക്കുള്ള സ്തുതി നിന്റെ പക്കൽ നിന്നാകുന്നു. ഭക്തന്മാർ കാണെ നേർച്ച ഞാൻ നിവർത്തിക്കും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ തേടുന്നവർ അവനെ സ്തുതിക്കും. സംതൃപ്തരായി എന്നെന്നും ജീവിക്കും. ഭൂവാസികളെല്ലാവരും കർത്താവിനെ അനുസ്മരിക്കട്ടെ. അവർ അവന്റെ പക്കലേക്ക് പിന്തിരിയട്ടെ. വിജാതിയരുടെ തലമുറകളെല്ലാം തിരുമുമ്പിൽ പ്രണമിക്കട്ടെ. ദിവസം മുഴുവൻ ഞങ്ങൾ നിന്നെ സ്തുതിച്ചു, എന്നും നിന്റെ നാമം പ്രകീർത്തിച്ചു. എന്നിട്ടും നീ ഞങ്ങളെ വിസ്മരിച്ചു, ലജ്ജിക്കാൻ ഞങ്ങൾക്കിടയാക്കിയല്ലോ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എന്തെന്നാൽ മനുഷ്യർ എന്നെ ചവിട്ടി മതിക്കുന്നു. മല്ലന്മാർ ദിവസം മുഴുവൻ എന്നെ ഞെരുക്കുന്നു. ദിവസം മുഴുവൻ എന്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു. അനേകം യോദ്ധാക്കൾ എനിക്കെതിരായി പ്രബലിക്കപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങയെ കാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നൽകിയ നന്മകൾക്കായി അങ്ങയുടെ മഹനീയ ത്രിത്വത്തിൻ്റെ ഉന്നതവും ഭാഗ്യപൂർണവും പരിശുദ്ധവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. രക്തസാക്ഷികളുടെ മരണദിനത്തിൽ അവരുടെ ജീവിതബലി സ്വീകരിച്ച മിശിഹായെ, ഞങ്ങളുടെ ബലഹീനമായ കരങ്ങളിൽ നിന്നും ഈ ധൂപം കാരുണ്യപൂർവം സ്വീകരിക്കണമേ. ശക്തനായ കർത്താവേ, അങ്ങേ കൂടാരം എത്ര മനോഹരമാകുന്നു. മിശിഹ കർത്താവേ, നരകുലരക്ഷകനെ, ഞങ്ങളടച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ.
പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. കർത്താവിന്റെ അങ്കണം കാണുവാൻ എൻ്റെ ആത്മാവ് കാത്തിരുന്നു. മിശിഹ കർത്താവേ, നരകുലരക്ഷകനെ, ഞങ്ങൾ അണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മിശിഹ കർത്താവേ, നരകുലരക്ഷകനെ, ഞങ്ങൾ അണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. എന്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നു, ദൈവമേ എന്നെ രക്ഷിക്കണമേ. വീണു നുറുങ്ങിയ ഹൃദയം നീ സുഖമാക്കണമേ കർത്താവേ. തേടുകയായി ഞാൻ സഹതാപം, സാന്ത്വനമേകാനെല്ലാരും. അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. കൈപ്പു നിറഞ്ഞൊരു പാനീയം ദാഹം തീർക്കാൻ നൽകിയവർ അവരുടെ കണ്ണുകൾ മങ്ങിയിടും. അവരുടെ ശക്തിയും അതുപോലെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അവരിൽ പതിയും നിൻ കോപം, അതിലവരന്നു ദഹിച്ചിടും. പാപികളെന്ന രക്ഷകനെ പീഡിപ്പിച്ചു മുറിവേറ്റി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനവും ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എൻ്റെ വാക്ക് കേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ.
കർത്താവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. എന്റെ യാചന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ അത് നിന്റെ പക്കലേക്ക് ഉയരട്ടെ. എന്റെ കരങ്ങളുടെ അർച്ചന എന്റെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ. കർത്താവേ, എന്റെ നാവിന് നിയന്താവിനെയും അധരങ്ങൾക്ക് കാവൽക്കാരനെയും നിയമിക്കണമേ. എന്റെ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ, ദുഷ്കൃത്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ, ദുഷ്ടരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ തൈലം എന്റെ ശിരസിൽ സ്പർശിക്കാതിരിക്കട്ടെ. എന്റെ പ്രാർത്ഥന അവരുടെ ദുഷ്കൃത്യങ്ങൾക്കെതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു. അപ്പോൾ അവർ എന്റെ മധുരവചനങ്ങൾ ശ്രമിച്ചു. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. ഞാൻ ഞെരുക്കപ്പെടുമ്പോൾ എന്റെ വഴികൾ നീ അറിയുന്നു. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടിയൊളിക്കുവാൻ എനിക്കിടമില്ല, പകരം ചോദിക്കാൻ എനിക്ക് ആരുമില്ല. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, നീയാണ് എന്റെ ശരണം. ജീവിക്കുന്നവരുടെ നാട്ടിൽ എന്റെ ഓഹരിയും നീ തന്നെ. നിന്റെ പ്രമാണം എന്റെ പാദങ്ങൾക്ക് വിളക്കും, എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ ശപഥപൂർവം ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാൻ ഏറെ താഴ്ത്തപ്പെട്ടിരിക്കുന്നു. നിന്റെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. എന്റെ സ്തോത്രങ്ങളിൽ നീ പ്രസാദിക്കണമേ, നിന്റെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെന്നും ഞാൻ നിന്റെ കരങ്ങളിലാകുന്നു, നിന്റെ നിയമം ഞാൻ മറക്കുകയില്ല. പാപികൾ എനിക്ക് കെണികൾ ഒരുക്കി, എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല. സകല ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ, എന്തെന്നാൽ അവന്റെ കൃപാവരം നമ്മിൽ പ്രബലമാണ്. സത്യമായും കർത്താവ് നിത്യനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എൻ്റെ വാക്ക് കേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ ദാസരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ദുഷ്ടരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അക്രമികളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ദുഷ്ടന്മാരുടെ ആഗ്രഹത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ദുഷ്ടരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അക്രമികളിൽ നിന്നെ മോചിപ്പിക്കണമേ. അവർ തിന്മ വിചാരിക്കുകയും കലഹമുണ്ടാക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ നാവിനെ സർപ്പത്തിന്റേതുപോലെ മൂർച്ചയുള്ളതാക്കി. അവരുടെ അധരത്തിന് കീഴിൽ അണലി വിഷം ഒളിഞ്ഞിരിക്കുന്നു. കർത്താവേ, ദുഷ്ടരിൽ നിന്നെ രക്ഷിക്കണമേ, അക്രമികളിൽ നിന്നെ മോചിപ്പിക്കണമേ. അവർ എന്റെ പാദം പിഴപ്പിക്കുവാൻ ശ്രമിച്ചു. അഹങ്കാരികൾ എനിക്കെതിരായി കെണിവെക്കുകയും എന്റെ വഴിയിൽ വലവിരിക്കുകയും ചെയ്തു. അങ്ങുന്ന് എന്റെ ദൈവമാകുന്നുവെന്ന് കർത്താവിനോട് ഞാൻ പറഞ്ഞു. അങ്ങുന്ന് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ ദൈവമായ കർത്താവേ, എന്റെ ബലവാനായ രക്ഷക, പോർക്കളത്തിൽ എന്റെ പരിചയമായിരിക്കണമേ. ദുഷ്ടന്റെ ആശകൾ സാധിച്ചു കൊടുക്കരുതേ, അവന്റെ ഉദ്ദേശങ്ങൾ പരാജയപ്പെടട്ടെ. അവരുടെ ദുഷ്ടമായ സംസാരം അവരെ നശിപ്പിച്ചു കളയട്ടെ, അവരുടെ മേൽ തീക്കനൽ വീഴട്ടെ. എഴുന്നേറ്റ് വരാൻ വയ്യാത്തവണ്ണം കുഴിയിലേക്ക് അവരെ വീഴിക്കണമേ. അപവാദങ്ങൾ പരത്തുന്ന മനുഷ്യൻ ഭൂമിയിൽ വിജയം വരിക്കയില്ല. ദുഷ്ടനെ നശിപ്പിക്കാൻ വേണ്ടി തിന്മ അവനെ വേട്ടയാടും. പാവപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് പ്രതികാരം ചെയ്യും, അഗതികളോട് നീതിയായി വർത്തിക്കും. നീതിമാന്മാർ അങ്ങേ നാമം കീർത്തിക്കും, നല്ലവർ അങ്ങേ മുൻപിൽ ജീവിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, ദുഷ്ടരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അക്രമികളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ദുഷ്ടന്മാരുടെ ആഗ്രഹത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങളുടെ കർത്താവേ, പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ പൂർണ്ണമാക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിലാകുന്നു. ക്രൂശിതനായി ദൈവസുതൻ മാനവരക്ഷക മരണത്തിൽ സൃഷ്ടികളെല്ലാം വിലപിപ്പു. സൂര്യനിരുണ്ടു പനിമതി തൻ പ്രഭയും മങ്ങി നിറഭേദം നൽകി നല്ലൊരടയാളം. ഞങ്ങളുടെ ഹൃദയവൃണങ്ങൾ സുഖമാക്കണമേ. തിരുഭവനത്തിൽ തിരശീല നെടുകേ കീറി ഭൂതലമോ സങ്കടമെല്ലാം അറിയിച്ചു. നൂതനമാകും ജനതതിയെ ദിവ്യാത്മാവു ജനിപ്പിച്ചു. നവമാം ജീവൻ നൽകുകയായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ക്രൂശിതനാകും ദൈവസുതൻ പാണികൾ രണ്ടും നീട്ടുന്നു. ആശ്ലേഷിക്കും അഖിലരെയും ആദരപൂർവം നിരചേരാം. പാപവിമോചിതരായിടാൻ രക്ഷാനാഥൻ കൃപ നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് വേണ്ടി മുറിവുകളേറ്റ് കുരിശിൽ സ്വയം ബലിയർപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. നിന്റെ ദാരുണമായ മരണത്തിൽ സൃഷ്ടികളെല്ലാം വിലപിച്ചുവല്ലോ. നിന്റെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിക്കുന്ന ഞങ്ങൾ ലോകത്തിന് മരിച്ചവരായി പരിശുദ്ധാത്മാവിൽ പൊതുജീവൻ പ്രാപിക്കുന്നതിന് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങളോർത്തു ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനെ, പരിപാവനനാം അമർത്യനെ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനെ, പരിപാവനനാം അമർത്യനെ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനെ, പരിപാവനനാം അമർത്യനെ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു.
അവർ ഒരുമിച്ച് മുൻപോട്ട് നടന്നു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ. എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടിവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുൻപോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ എബ്രാഹം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് എബ്രാഹം എബ്രാഹം എന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു. എബ്രാഹം ആ സ്ഥലത്തിന് യാഹ്വേയിരെ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്ന് വരെയും പറയപ്പെടുന്നു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിൻ്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായ്ക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിൻ്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബർഷേബായിലേക്ക് തിരിച്ചുപോയി. എബ്രാഹം ബർഷേബായിൽ പാർത്തു. കർത്താവ് എൻ്റെ രക്ഷയും പ്രകാശവുമാകുന്നു. ഞാൻ ആരെ പേടിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. കർത്താവ് എൻ്റെ ജീവന്റെ ശക്തിയാകുന്നു. ആരിൽ നിന്ന് ഞാൻ വിരണ്ടോടണം? നിന്ദകരും എതിരാളികളും ദുർവൃത്തരും എന്നെ വിഴുങ്ങുവാൻ സമീപിച്ചു. അപ്പോൾ അവർ ഒന്നടങ്കം മറിഞ്ഞു വീണു. ഒരു കാര്യം കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതുതന്നെ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കണം. കർത്താവേ, നിന്നെ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കണമേ. എന്നിൽ കനിയണമേ, എനിക്കുത്തരമരുളണമേ. എൻ്റെ ഹൃദയം നിന്നോട് സംസാരിക്കുന്നു, എൻ്റെ വദനം തിരുമുഖം തേടുന്നു. കർത്താവേ, നിന്റെ മുഖം എന്നിൽ നിന്ന് മറയ്ക്കരുതേ. എൻ്റെ സഹായകനായ കർത്താവേ, നിന്റെ ദാസനായ എന്നെ ദ്വേഷത്തോടെ ശിക്ഷിക്കരുതേ. കർത്താവേ, നിന്റെ വഴി എന്നെ പഠിപ്പിക്കണമേ, നേർവഴിയിലൂടെ എന്നെ നയിക്കണമേ. എൻ്റെ വൈരികൾക്ക് എന്നെ കയ്യാളിയാക്കരുതേ. എനിക്കെതിരായി കള്ളസാക്ഷികൾ അണിനിരക്കുന്നു, അവർ തിന്മ സംസാരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൻ്റെ രക്ഷയും പ്രകാശവുമാകുന്നു. ഞാൻ ആരെ പേടിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ അനുഗ്രഹിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്റെ ദാസന് ശ്രേയസ്സുണ്ടാവും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിരൂപനായിരിക്കും. അവന്റെ രൂപം മനുഷ്യന്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല.
നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആരു കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. ശൂറായ ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. മഹിമാവല്ലോ വാനിലും ഊഴിയിലും തിങ്ങി വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ജനതകൾ അവിടുത്തെ മഹിമകൾ പാടുന്നു, താണുവണങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലേശ്വരനാം ദൈവം ഭൂവിനുടയോ രാജമഹേശൻ തൻ്റെ സ്നേഹവീരും നിൻ ക്ഷണമുള്ളോരേ വരുവിൻ നിങ്ങൾ പരിശോധിപ്പിൻ വേഗം സുവിശേഷത്തിൻ ദിവ്യപ്രഭയിൽ നിങ്ങൾ ശുചിയാക്കീടിൻ
ചിന്ത സരണികളെല്ലാം നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മന്നിൽ പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കുക നിങ്ങൾ ദൈവിക രാജ്യം നേടാൻ ഹൃദയതലങ്ങൾ ശുചിയാക്കിടുവിൻ ചേലിൽ ശിശുവിനു തുല്യം നിർമ്മലരായി തീരുക വീണ്ടും റോമാക്കാർക്കായി പൗലോസ് എഴുതിയ കത്താൽ നമ്മെയുമിപ്പോൾ മോദാൻ ദൈവിക ദൗത്യം അറിയിപ്പതു നാം കേൾക്കുകയുക്തം. സഹോദരരെ, പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവേ ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയം മിശിഹ പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ ദൈവം നമ്മോടുള്ള തന്റെ സ്നേഹം സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതിവൽക്കരിക്കപ്പെട്ട നാം അവൻ മൂലം എത്രയധികമായി ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടെങ്കിൽ രമ്യതപ്പെട്ട ശേഷം എത്രയധികമായി അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടും. മാത്രമല്ല, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സ്വീകരിച്ചിരിക്കുന്നത്. ആകയാൽ ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാ മനുഷ്യരിലും വ്യാപിച്ചു. നിയമത്തിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിന്റെ പാപത്തിന് സദൃശമായ തെറ്റ് പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം മരണം ആധിപത്യം വരാനിരിക്കുന്നവന്റെ പ്രതിരൂപമാണ്. പാപം പോലെയല്ല കൃപാദാനം. പാപം പോലെ മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ ദൈവകൃപയും ഈശോ മിശിഹ എന്ന കൃപാദാനവും അനേകർ മനുഷ്യന്റെ എത്രയധികം സമൃദ്ധമായി ലഭിച്ചു. അനേകർക്ക് ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളതുപോലെയല്ല ഈ ദാനം. ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളതായ വിധി ഈ ദാനയ്ക്ക് കാരണമായി. ഒരു പാപത്തിൽ അനേകം അപരാധങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ. അപരാധങ്ങൾക്ക് ശേഷം നീതിവൽക്കരണത്തിന് ആഗതമായ കൃപാദാനമാകട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വന്തം ജനങ്ങൾക്കു ജീവനേകാൻ സർവേശനന്ദനൻ ഭൂവിൽ വന്നു. കുരിശാണനാഥനായി തീർത്തു ലോകം, വ്യഥയാണനാഥനിൽ ചേർത്തു ലോകം, വ്യഥയാണനാഥനിൽ ചേർത്തു ലോകം. ഇരുളിൽ പ്രകാശം തെളിച്ചു കാട്ടാൻ പരമപ്രകാശം കനിഞ്ഞിറങ്ങി. കുരിശാണനാഥനായി തീർത്തു ലോകം, വ്യഥയാണനാഥനിൽ ചേർത്തു ലോകം, വ്യഥയാണനാഥനിൽ ചേർത്തു ലോകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവും ഉയിരും
പകരും മൊഴികൾ മോദാ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേൾക്കെ ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. ഈ സദ്ഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോരും ജീവവചനം കേൾക്കിലൊളിക്കും സാത്താൻ. ബാധകളേതും ഭീതിയോടുടനെ ഒഴിവായിടും. സുവിശേഷകർ തൻ സാക്ഷ്യം അനുഭവമധുന വിവരിക്കുന്നു കേൾക്കാം. ചെവിയുള്ളവനോ കേട്ടു ഫലങ്ങൾ നൽകിയിടട്ടെ. നമ്മുടെ പീഡാനുഭവ വെള്ളി തിരുക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. ആണ്ടുവട്ടത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സുവിശേഷ പ്രഘോഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഭക്തിയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവ ചരിത്രം. ഇവ അരുളി ചെയ്ത ശേഷം ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ കെദ്രോൻ തോട് കടന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. അവിടെ ഗത്സമൻ എന്ന പേരിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടുന്ന് അവരോട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അനന്തരം ഈശോ പത്രോസിനെയും ശബദിയുടെ പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് അല്പദൂരം മുൻപോട്ട് നീങ്ങി. അവിടെ വെച്ച് ഈശോ അപാരമായ ദുഃഖത്താൽ വിവശനായി തീർന്നു. അവിടുന്ന് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: എൻ്റെ ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു, നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരിക്കുവിൻ. അനന്തരം അവിടുന്ന് ഒരു കല്ലേറ് ദൂരെ മാറി മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, കഴിയുമെങ്കിൽ ഈ മണിക്കൂർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അങ്ങ് സർവശക്തനാണല്ലോ. ഈ കാസ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടുന്ന് പത്രോസിനോട് ചോദിച്ചു: ശിമയോനെ, നീ ഉറങ്ങുകയാണോ? 1 മണിക്കൂർ നേരം എന്നോടുകൂടെ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും പോയി അതേ വാക്കുകൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു: എൻ്റെ പിതാവേ, ഈ കാസ ഞാൻ കുടിക്കാതെ നിവൃത്തിയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ വീണ്ടും തിരിച്ചു ചെന്നപ്പോഴും അവർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ അത്രയ്ക്ക് നിദ്രാഭാരമുള്ളവയായിരുന്നു. അവിടുത്തോട് എന്തു മറുപടി പറയണമെന്നറിയാതെ അവർ വിഷമിച്ചു. ഈശോ അവരെ വിട്ട് 3-ാം പ്രാവശ്യവും പ്രാർത്ഥിക്കുവാൻ പോയി. അവിടുന്ന് അതേ വാക്കുകൾ തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോയെ ധൈര്യപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ പ്രത്യക്ഷനായി. വേദന കഠോരമായപ്പോൾ അവിടുന്ന് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്തു വീണു. അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് 3-ാം പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെന്നു. അവർ അപ്പോഴും ദുഃഖാർത്തരായി തളർന്നുറങ്ങുകയായിരുന്നു. അവിടുന്ന് അവരോട് അരുളി ചെയ്തു: ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? ഇതാ, മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ള സമയമായി. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ എത്തിക്കഴിഞ്ഞു.
അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസിന് ആ സ്ഥലം അറിയാമായിരുന്നു. എന്തെന്നാൽ ശിഷ്യന്മാരും ഒന്നിച്ച് ഈശോ പലപ്പോഴും അവിടെ പോകാറുണ്ടായിരുന്നു. യൂദാസ് പട്ടാളത്തെയും പ്രധാനാചാര്യന്മാരുടെയും പ്രീശന്മാരുടെയും സേവകന്മാരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവർ വിളക്കുകളും പന്തങ്ങളും വാളുകളും വടികളും എടുത്തിരുന്നു. ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തിയത്. ഒറ്റിക്കൊടുക്കാനിരുന്നവൻ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു: ഞാൻ ഒരാളെ ചുംബിക്കും, അവനാണ് മിശിഹ, അവനെ നിങ്ങൾ ശ്രദ്ധാപൂർവം പിടിച്ചുകൊള്ളണം. അടുത്തെത്തിയ ഉടനെ യൂദാസ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോയെ ചുംബിച്ചു. ഗുരോ സ്വസ്തി. അപ്പോൾ ഈശോ അയാളോട് ചോദിച്ചു: സ്നേഹിത, നീ ഇതിനാണോ വന്നത്? യൂദാസെ, ചുംബിച്ചുകൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണോ? സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ അവരുടെ അടുക്കിലേക്ക് ചെന്ന് ഇപ്രകാരം ചോദിച്ചു: നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ അവിടുത്തോട് പറഞ്ഞു: നസ്രായനായ ഈശോയെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഈശോ അവരോട് അരുളി ചെയ്തു: അത് ഞാൻ തന്നെയാകുന്നു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാകുന്നു എന്ന് അവിടുന്ന് അരുളി ചെയ്ത ക്ഷണത്തിൽ അവരെല്ലാവരും പുറകോട്ട് മറിഞ്ഞു വീണു. ഈശോ വീണ്ടും അവരോട് ചോദിച്ചു: നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ വീണ്ടും പറഞ്ഞു: നസ്രായനായ ഈശോയെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അവിടുന്ന് അവരോട് അരുളി ചെയ്തു: അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെല്ലാം പൊയ്ക്കൊള്ളട്ടെ. അങ്ങനെ ഏൽപ്പിച്ചിരുന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ള തൻ്റെ വചനം പൂർത്തിയാക്കുവാനാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ അവിടുത്തോട് ചോദിച്ചു: കർത്താവേ, ഞങ്ങളും വാളെടുക്കട്ടെയോ? ശിമയോൻ പത്രോസിന്റെ കൈവശം ഒരു വാളുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് അത് ഊരി പ്രധാനാചാര്യന്റെ സേവകനെ വെട്ടി അവന്റെ വലത്തു ചെവി മുറിച്ചു കളഞ്ഞു. ആ സേവകന്റെ പേര് മാൽക്കൂസ് എന്നായിരുന്നു. അവന്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തിയ ശേഷം ഈശോ പത്രോസിനോട് അരുളി ചെയ്തു: വാൾ അതിൻ്റെ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ മരിക്കും. ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ ക്ഷണനേരം കൊണ്ട് 12 വ്യൂഹം മാലാഖമാരെ അയച്ച് ശത്രുകരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കയില്ലെന്നാണോ നീ കരുതുന്നത്? അങ്ങനെ ചെയ്താൽ ഇതെല്ലാം സംഭവിക്കണമെന്ന തിരുവെഴുത്ത് എങ്ങനെ പൂർത്തിയാകും? എൻ്റെ പിതാവ് എനിക്ക് തന്ന കാസ ഞാൻ കുടിക്കേണ്ടതല്ലയോ? അനന്തരം ഈശോ ആ ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു: ഒരു കവർച്ചക്കാരനെ പിടിക്കാനെന്നവണ്ണം വാളുകളും വടികളുമായി നിങ്ങളിപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നവനല്ലേ? അന്നൊന്നും നിങ്ങൾ എന്നെ പിടികൂടിയില്ലല്ലോ. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് അന്ധകാരത്തിൻ്റെ ഭരണമാണ്. പ്രവചനങ്ങൾ പൂർത്തിയാകുവാൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചേ മതിയാവൂ. അപ്പോൾ സഹസ്രാധിപനും പട്ടാളക്കാരും യൂതന്മാരുടെ പരിചാരകരും ചേർന്ന് ഈശോയെ പിടിച്ച് ബന്ധിച്ചു. അതുകണ്ട് ശിഷ്യന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് ഈശോയെ അനുഗമിച്ചിരുന്നു. അവർ അയാളെ പിടികൂടി. ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ച് അയാളും ഓടി രക്ഷപ്പെട്ടു. ഈശോയെ ആദ്യം അവർ അന്നാസിൻ്റെ പക്കലേക്കാണ് കൊണ്ടുപോയത്. എന്തെന്നാൽ അയാൾ അക്കൊല്ലത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യപ്പായുടെ ശ്വശുരനായിരുന്നു. ജനങ്ങൾ ഒന്നാകെ നശിക്കാതിരിക്കാൻ ഒരാൾ അവർക്ക് പകരം മരിക്കുന്നത് നല്ലതാണെന്ന് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കയ്യാപ്പ. പ്രധാനാചാര്യൻ ഈശോയോട് അവിടുത്തെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും പറ്റി ചോദിച്ചു. ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞാൻ ജനങ്ങളോട് പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. യൂതന്മാരുടെ സംഘത്തിലും ദേവാലയത്തിലുമല്ലാതെ രഹസ്യമായി ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്തു പറഞ്ഞുവെന്ന് എൻ്റെ ശ്രോതാക്കളോട് തന്നെ ചോദിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം അവർക്കറിയാമല്ലോ. അവിടുന്ന് അങ്ങനെ അരുളി ചെയ്തപ്പോൾ അടുത്തു നിന്നിരുന്ന ഒരു പരിചാരകൻ ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ കവിൾത്തടത്തിൽ അടിച്ചു: ഇങ്ങനെയാണോ പ്രധാനാചാര്യനോട് മറുപടി പറയുന്നത്? ഈശോ അയാളോട് ചോദിച്ചു: ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു തരിക. തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത്? അന്നാസ് ഈശോയെ ബന്ധിതനായി തന്നെ മഹാപുരോഹിതനായ കയ്യപ്പായുടെ അടുക്കലേക്ക് അയച്ചു. പ്രധാനാചാര്യന്മാരും നിയമജ്ഞന്മാരും ജനപ്രമാണികളുമെല്ലാം അവിടെ സമ്മേളിച്ചിരുന്നു. പ്രധാനാചാര്യന്മാരും ന്യായാധിപ സംഘവും
ഈശോയെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള തെളിവുണ്ടാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിൽ അവർ പരാജയമടഞ്ഞു. പലരും അവിടത്തേക്കെതിരായി കള്ളസാക്ഷ്യം പറയുവാൻ തയ്യാറായി ചെന്നെങ്കിലും അവരുടെ സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാതെ പോയി. അവസാനം 2 കള്ളസാക്ഷികൾ ചെന്ന് ഇങ്ങനെ മൊഴി കൊടുത്തു: മനുഷ്യനിർമ്മിതമായ ഈ ദേവാലയം നശിപ്പിച്ച് 3 ദിവസങ്ങൾക്കകം മനുഷ്യനിർമ്മിതമല്ലാത്ത മറ്റൊന്ന് ഞാൻ പണിയും എന്ന് ഈ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയും അവരുടെ സാക്ഷ്യങ്ങൾക്ക് തമ്മിൽ പൊരുത്തമില്ലായിരുന്നു. മഹാപുരോഹിതൻ അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയോട് ചോദിച്ചു: ഈ മനുഷ്യരെല്ലാം നിനക്കെതിരായി നൽകുന്ന സാക്ഷ്യങ്ങളെക്കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ? ഈശോ യാതൊരു മറുപടിയും നൽകിയില്ല. മഹാപുരോഹിതൻ വീണ്ടും ചോദിച്ചു: നീ ദൈവപുത്രനായ മിശിഹ തന്നെയോ എന്ന് ഞങ്ങളോട് പറയണമെന്ന് സജീവ ദൈവത്തിൻ്റെ നാമത്തിൽ ശപഥം ചെയ്ത് ഞാൻ ആവശ്യപ്പെടുന്നു. ഈശോ അരുളി ചെയ്തു: അങ്ങ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതു കേട്ടപ്പോൾ മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു: ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം? ഇവൻ ദൈവദൂഷണം പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ മറുപടി പറഞ്ഞു: ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനാകുന്നു. പിന്നീട് അവർ അവിടുത്തെ മുഖത്ത് തുപ്പുകയും ഇടിക്കുകയും കരണത്തടിക്കുകയും ചെയ്തു. കണ്ണുകൾ മൂടിക്കെട്ടിയ ശേഷം ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ അടിച്ചു: നിന്നെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുക. അവർ അവിടുത്തേക്കെതിരായി പല ദൂഷണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ശിമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും മഹാപുരോഹിതന്റെ അങ്കണം വരെ ദൂരത്തുകൂടി ഈശോയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്നതിനാൽ ഈശോയുടെ കൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് പ്രവേശിക്കുവാൻ സാധിച്ചു. എന്നാൽ പത്രോസ് പുറത്ത് വാതിൽക്കൽ തന്നെ നിൽക്കുകയായിരുന്നു. അതിനാൽ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്ന മറ്റേ ശിഷ്യൻ ചെന്ന് വാതിൽ കാവൽക്കാരിയോട് ശുപാർശ ചെയ്തു. ശിമയോൻ പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. ആ വാതിൽ കാവൽക്കാരി ശിമയോനോട് ചോദിച്ചു: താനും ആ മനുഷ്യന്റെ ഒരു ശിഷ്യനല്ലയോ? പെട്ടെന്ന് അയാൾ മറുപടി പറഞ്ഞു: ഞാൻ ആ മനുഷ്യൻ്റെ ശിഷ്യനല്ല. കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് കാണാനായി ശിമയോൻ ഭൃത്യന്മാരോട് കൂടെ അകത്ത് കാത്തിരുന്നു. കുളിരായിരുന്നതിനാൽ ഭൃത്യന്മാരും സേവകന്മാരും തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരുന്നു. ശിമയോനും അവരുടെ കൂടെ തീ കായുകയായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്റെ ഒരു പരിചാരിക ആ വഴി വന്നു. അവൾ ശിമയോനെ സൂക്ഷിച്ചു നോക്കിയ ശേഷം ഇങ്ങനെ ചോദിച്ചു: താനും നസ്രായനായ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? എല്ലാവരുടെയും മുൻപിൽ വെച്ച് പത്രോസ് നിഷേധിച്ചു പറഞ്ഞു: നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. അനന്തരം അയാൾ പടിവാതിൽക്കലേക്ക് പോയി. അപ്പോൾ കോഴി കൂവി. അല്പം കഴിഞ്ഞ് അവിടെ നിന്നിരുന്നവർ അടുത്തു ചെന്ന് പത്രോസിനോട് പറഞ്ഞു: താനും അവരുടെ കൂടെ ഉണ്ടായിരുന്നുവല്ലേ? സംശയമില്ല, തന്റെ സംസാര രീതി തന്നെ അത് തെളിയിക്കുന്നു. അപ്പോൾ ശിമയോൻ പത്രോസ് സത്യം ചെയ്ത് ആണയിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. പ്രധാനാചാര്യന്റെ ഭൃത്യനും പത്രോസ് ചെവി മുറിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരു മനുഷ്യൻ പത്രോസിനോട് പറഞ്ഞു: തോട്ടത്തിൽ വെച്ച് അയാളുടെ കൂടെ തന്നെയും ഞാൻ കണ്ടല്ലോ. പത്രോസ് അതും നിഷേധിച്ചു. അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 2-ാം പ്രാവശ്യം കോഴി കൂവി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിച്ചു പറയും എന്ന് അവിടുന്ന് അരുളി ചെയ്തിരുന്നത് പത്രോസ് അപ്പോൾ ഓർത്തു. അയാൾ പുറത്തേക്ക് പോയി ഹൃദയം നൊന്ത് കരഞ്ഞു. നേരം വെളുത്തപ്പോൾ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ചേർന്ന് ഈശോയെ വധിക്കുന്നതിനെപ്പറ്റി ആലോചന നടത്തി. ന്യായാധിപ സംഘത്തിൻ്റെ മുൻപാകെ അവിടുത്തെ ഹാജരാക്കിയ ശേഷം അവർ അവിടുത്തോട് ഇപ്രകാരം പറഞ്ഞു: നീ മിശിഹായാണെങ്കിൽ അക്കാര്യം ഞങ്ങളോട് തുറന്നു പറയുക. അവിടുന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞു: എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുകയില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയുമില്ല. ഇന്നു മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കും. അവർ വീണ്ടും അവിടുത്തോട് ചോദിച്ചു: ആകയാൽ നീ ദൈവപുത്രനാണെന്ന് പറയുകയാണോ? അവിടുന്ന് ഉത്തരമരുളി: ഞാൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ പറഞ്ഞു: നമുക്കിനി സാക്ഷികളെ കൊണ്ട് എന്താണ് ആവശ്യം? നാം തന്നെ നേരിട്ട് കേട്ട് കഴിഞ്ഞല്ലോ. അവർ അവിടുത്തെ ബന്ധിച്ച് ഗവർണറായിരുന്ന പന്തിയോസ് പിലാത്തോസിന്റെ മുൻപാകെ ഹാജരാക്കി. ഈശോ വിധിക്കപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസ് മനക്ലേശത്തോടെ
ആ 30 വെള്ളി നാണയങ്ങളുമായി പ്രധാന ആചാര്യന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു: ഞാൻ പാപം ചെയ്തു പോയി, കുറ്റമില്ലാത്ത രക്തം ഞാൻ ഒറ്റിക്കൊടുത്തു. അവർ മറുപടി പറഞ്ഞു: അതിന് ഞങ്ങളെന്ത് വേണം? നീ പോയി നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. അവൻ ആ നാണയത്തൊട്ടുകൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങിച്ചത്തു. പ്രധാനാചാര്യന്മാർ ആ നാണയത്തൊട്ടുകൾ പെറുക്കിയെടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു: ഇത് രക്തത്തിന്റെ വിലയാകിയാൽ നേർച്ചപ്പെട്ടിയിലിടുന്നത് ശരിയല്ല. അവർ കൂടിയാലോചിച്ച ശേഷം ആ പണം കൊടുത്ത് വിദേശികളെ സംസരിക്കുവാൻ ഒരു കുശവന്റെ പറമ്പ് വാങ്ങി. ആ സ്ഥലം ഇന്നും രക്തപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിലപ്പെട്ടവന്റെ വിലയായി ഇസ്രായേൽക്കാർ കണക്കാക്കിയ 30 വെള്ളി നാണയമെടുത്ത് കർത്താവിനോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പിന് കൊടുത്തു എന്നുള്ള ജെറമിയാസിന്റെ പ്രവചനം അങ്ങനെ പൂർത്തിയായി. നേരം പുലർച്ചെയായപ്പോൾ അവർ ഈശോയെ കയ്യാപ്പായുടെ ഭവനത്തിൽ നിന്ന് ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടിയിരുന്നതിനാൽ അവരാരും കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്തേക്കിറങ്ങി ചെന്ന് അവരോട് ചോദിച്ചു: എന്ത് കുറ്റമാണ് നിങ്ങൾ ഈ മനുഷ്യന്റെ മേൽ ആരോപിക്കുന്നത്? അതിന് അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു: കുറ്റക്കാരനല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അയാളെ അങ്ങയുടെ സമക്ഷം ഹാജരാക്കുകയില്ലായിരുന്നു. പീലാത്തോസ് അവരോട് പറഞ്ഞു: അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിസ്തരിച്ചു കൊള്ളുവിൻ. ഉടനെ യൂതന്മാർ പീലാത്തോസിനോട് പറഞ്ഞു: ആർക്കും മരണശിക്ഷ നൽകുവാൻ ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. എങ്ങനെയാണ് താൻ മരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ ഈശോ പറഞ്ഞ വാക്കുകൾ അങ്ങനെ നിറവേറുകയായിരുന്നു. അനന്തരം അവർ ഈശോയുടെ മേൽ ഓരോ കുറ്റങ്ങൾ ആരോപിച്ചു തുടങ്ങി. ഇയാൾ ജനങ്ങളെ വഴിതെറ്റിക്കുകയും സീസറിന് കപ്പം കൊടുക്കുന്നത് തടയുകയും താൻ രാജാവായ മിശിഹായാണെന്ന് പറയുകയും ചെയ്തതായി ഞങ്ങൾക്കറിയാം. അപ്പോൾ പീലാത്തോസ് അകത്തേക്ക് പോയി ഈശോയെ വിളിച്ച് ഇപ്രകാരം ചോദിച്ചു: നിങ്ങൾ യൂതന്മാരുടെ രാജാവാണോ? ഈശോ അരുളി ചെയ്തു: ഇതങ്ങ് സ്വയം ചോദിക്കുന്നുവോ, മറ്റുള്ളവർ എന്നെപ്പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നുവോ? മറുപടിയായി പീലാത്തോസ് ചോദിച്ചു: ഞാനൊരു യൂതനല്ലല്ലോ. നിങ്ങളുടെ ആളുകളും പ്രധാന ആചാര്യന്മാരുമല്ലേ നിങ്ങളെ എൻ്റെ മുന്നിൽ ഹാജരാക്കിയത്. നിങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? അപ്പോൾ ഈശോ അരുളി ചെയ്തു: എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യൂതന്മാരുടെ കൈകളിൽ വീഴാതിരിക്കുവാൻ എൻ്റെ സേവകന്മാർ യുദ്ധം ചെയ്യുമായിരുന്നു. എൻ്റെ രാജ്യം ഇവിടെയല്ല. പീലാത്തോസ് വീണ്ടും ചോദിച്ചു: അപ്പോൾ നിങ്ങൾ ഒരു രാജാവ് തന്നെയാണെന്നോ? ഈശോ ഉത്തരമരുളി: ഞാൻ രാജാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതും. സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു: സത്യം എന്താകുന്നു? ചോദ്യം കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം യഹൂദന്മാരുടെ നേരെ തിരിഞ്ഞ് പ്രധാനാചാര്യന്മാരോടും ജനസമൂഹത്തോടും ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. അവർ വീണ്ടും ഈശോയിൽ കുറ്റം ആരോപിച്ചു തുടങ്ങി. ഇയാൾ ഗലീല മുതൽ ഇവിടെ വരെ യൂദയ രാജ്യത്തിലെങ്ങും പ്രസംഗിച്ച് ജനങ്ങളെ പ്രക്ഷോഭത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു. ഗലീല എന്ന് കേട്ട ഉടനെ പീലാത്തോസ് ചോദിച്ചു: ഈ മനുഷ്യൻ ഗലീലക്കാരനാണോ? ഈശോ ഹെറോദേസിന്റെ അധികാര സീമയിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവിടുത്തെ ഹെറോദേസിന്റെ പക്കലേക്ക് അയച്ചു. അദ്ദേഹം അന്ന് ജെറുസലത്തുണ്ടായിരുന്നു. ഈശോയെ കണ്ടപ്പോൾ ഹെറോദേസ് വളരെയധികം സന്തോഷിച്ചു. അദ്ദേഹം ഈശോയെക്കുറിച്ച് പലതും കേട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചിരിക്കുകയുമായിരുന്നു. അവിടുന്ന് എന്തെങ്കിലും ഒരത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഹെറോദേസ് ഈശോയോട് പലതും ചോദിച്ചു. എന്നാൽ അവിടുന്ന് ഒരു മറുപടിയും പറഞ്ഞില്ല. അവിടെയും പ്രധാനാചാര്യന്മാരും നിയമജ്ഞന്മാരും ഈശോയ്ക്കെതിരായി ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു. അവസാനം ഹെറോദേസും പടയാളികളും കൂടി അവിടുത്തെ നിന്ദിച്ച് പരിഹസിക്കുകയും വിലയേറിയ ഒരു വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ പക്കലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഹെറോദേസും പീലാത്തോസും അന്നു മുതൽ മിത്രങ്ങളായി തീർന്നു. പീലാത്തോസ് പ്രധാനാചാര്യന്മാരെയും ജനപ്രമാണികളെയും വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു: ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന കുറ്റം ആരോപിച്ചാണല്ലോ നിങ്ങൾ ഈ മനുഷ്യനെ എൻ്റെ മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇയാളെ വിസ്തരിച്ചു. എന്നാൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും ഞാൻ ഇയാളിൽ കണ്ടില്ല. ഹെറോദേസിനും ഇയാളിൽ കുറ്റമൊന്നും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇയാളെ ഇങ്ങോട്ട് തന്നെ തിരിച്ചയക്കുകയാണല്ലോ ചെയ്തത്. മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റമൊന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. അതിനാൽ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ഇയാളെ ഞാൻ വിട്ടയക്കും.
എല്ലാ പെസഹ തിരുനാളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ഗവർണർ മോചിപ്പിക്കുക പതിവായിരുന്നു. അതനുസരിച്ച് ആളെ മോചിപ്പിക്കുവാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി. ഒരു കലാപത്തിനിടയിൽ കൊലപാതകം നടത്തിയ കുറ്റത്തിന് പ്രക്ഷോഭകാരികളുടെ കൂടെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ബറാബാസ് എന്ന് കുപ്രസിദ്ധനായ ഒരു തടവുകാരനുണ്ടായിരുന്നു. ജനങ്ങൾ കൂട്ടം കൂടിയപ്പോൾ പീലാത്തോസ് അവരോട് ചോദിച്ചു, പെസഹ തിരുനാളിൽ ഒരു തടവുകാരനെ മോചിപ്പിക്കുക പതിവുണ്ടല്ലോ. ഞാൻ ആരെയാണ് മോചിപ്പിക്കേണ്ടത്? ബറബാസിനെയോ മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോയെയോ? അവർ ഈശോയെ പിടിച്ചേൽപ്പിച്ചത് അവരുടെ അസൂയ കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പീലാത്തോസ് ന്യായാസനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആളയച്ച് ഇപ്രകാരം അറിയിച്ചു, ആ നീതിമാനെ ഒന്നും ചെയ്യരുത്. അദ്ദേഹത്തെ പ്രതി സ്വപ്നത്തിൽ ഞാൻ വളരെ വേദന അനുഭവിച്ചു. എന്നാൽ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും ബറാബാസിനെ മോചിപ്പിക്കുന്നതിനും ഈശോയെ വധിക്കുന്നതിനും മുറവിളി കൂട്ടുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു. പീലാത്തോസ് ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, ഈ രണ്ടുപേരിൽ ആരെ മോചിപ്പിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, ഈശോയെ വധിക്കുക, ബറാബാസിനെ മോചിപ്പിക്കുക. ഈശോയെ മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യൂതന്മാരുടെ രാജാവെന്ന് വിളിക്കുന്ന ഈശോയെ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. മൂന്നാം പ്രാവശ്യം പീലാത്തോസ് അവരോട് ചോദിച്ചു, ഈ മനുഷ്യൻ എന്തു കുറ്റമാണ് ചെയ്തത്? വധശിക്ഷ അർഹിക്കുന്ന യാതൊരു കുറ്റവും ഞാൻ ഇയാളിൽ കാണുന്നില്ല. അവരാകട്ടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് ശാഠ്യഭാവത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ മുറവിളിക്ക് ശക്തി കൂടി വരികയും ചെയ്തു. അവസാനം പീലാത്തോസ് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തു. കവർച്ചയും കൊലപാതകവും മൂലം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം സ്വതന്ത്രനാക്കി. ഈശോയെ അവരുടെ ഹിതത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അനന്തരം പീലാത്തോസ് ഈശോയെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു. പടയാളികൾ ഈശോയെ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി സൈന്യദണങ്ങളെല്ലാം അവിടെ വിളിച്ചുകൂട്ടി. അനന്തരം അവിടുത്തെ വസ്ത്രങ്ങൾ മാറ്റി ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു മുടിയുണ്ടാക്കി ശിരസിന്മേൽ വെച്ചു. വലത്തുകൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. പിന്നീട് അവർ അവിടുത്തെ മുൻപിൽ മുട്ടുകുത്തി, യൂതന്മാരുടെ രാജാവേ വന്ദനം എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അവിടുത്തെ കരണത്തടിച്ചു. അനന്തരം ഞാങ്ങണയെടുത്ത് ശിരസിലടിക്കുകയും തുപ്പുകയും ചെയ്തു. പീലാത്തോസ് വീണ്ടും പുറത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ലെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അയാളെ ഇപ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. മുൾക്കിരീടവും ചുവന്ന മേലങ്കിയും ധരിച്ചിരുന്ന ഈശോയെ ഉടനെ പുറത്തേക്ക് കൊണ്ടുചെന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാണ് ആ മനുഷ്യൻ. പ്രധാനാചാര്യന്മാരും പരിചാരകരും അവിടുത്തെ കണ്ടപ്പോൾ അട്ടഹസിച്ചു പറഞ്ഞു, അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി കുരിശിൽ തറച്ചുകൊള്ളുവിൻ. ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ യൂതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് അവൻ വധശിക്ഷയ്ക്ക് അർഹനാകുന്നു. എന്തെന്നാൽ താൻ ദൈവപുത്രനാണെന്ന് അവൻ അവകാശപ്പെടുന്നു. അത് കേട്ടപ്പോൾ പീലാത്തോസ് അത്യധികം ഭയപ്പെട്ടു. അതിനാൽ വീണ്ടും അകത്തു ചെന്ന് അദ്ദേഹം ഈശോയോട് ചോദിച്ചു, നിങ്ങൾ ആരാകുന്നു? ഈശോ അതിന് മറുപടി നൽകിയില്ല. പീലാത്തോസ് വീണ്ടും അവിടുത്തോട് ചോദിച്ചു, എന്നോട് നിങ്ങൾ മറുപടി പറയുകയില്ലേ? നിങ്ങളെ കുരിശിൽ തറയ്ക്കുവാനും വിട്ടയക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാതിരുന്നെങ്കിൽ അങ്ങേക്ക് എൻ്റെ മേൽ അധികാരമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ആകയാൽ എന്നെ അങ്ങേ പക്കൽ ഏൽപ്പിച്ചവനാണ് അങ്ങേക്കാൾ വലിയ കുറ്റക്കാരൻ. തന്മൂലം പീലാത്തോസ് അവിടുത്തെ മോചിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, അവനെ വിട്ടയക്കുന്ന പക്ഷം അങ്ങ് സീസറിന്റെ സ്നേഹിതനല്ല. സ്വയം രാജാവാകുവാൻ ശ്രമിക്കുന്നവരെല്ലാം സീസറിന്റെ ശത്രുക്കളാകുന്നു. അത് കേട്ടപ്പോൾ പീലാത്തോസ് വീണ്ടും ഈശോയെ പുറത്തേക്ക് കൊണ്ടുചെന്നു. ഹീബ്രു ഭാഷയിൽ ഗബാത്ത എന്ന് പറയുന്ന കൽത്തളത്തിൽ അദ്ദേഹം ഉപവിഷ്ടനായി. അന്ന് പെസഹ വെള്ളിയാഴ്ചയായിരുന്നു. സമയം ഏകദേശം 12 മണിയായി. പീലാത്തോസ് യൂതന്മാരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അത് കേട്ടപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ കൊണ്ടുപോവുക, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് അവരോട് ചോദിച്ചു, എന്ത്, നിങ്ങളുടെ രാജാവിനെ ഞാൻ കുരിശിൽ തറയ്ക്കണമെന്നോ? അതിന് പ്രധാനാചാര്യന്മാരാണ് മറുപടി പറഞ്ഞത്, സീസറല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. തൻ്റെ പരിശ്രമമെല്ലാം നിഷ്ഫലമാവുകയാണെന്നും
കലഹം വർദ്ധിക്കുവാനാണ് സാധ്യതയെന്നും പീലാത്തോസിന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം വെള്ളമെടുത്ത് ജനങ്ങളുടെ മുൻപിൽ വെച്ച് കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അത് കേട്ട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വീണുകൊള്ളട്ടെ. പീലാത്തോസ് ഉടനെ ഈശോയെ ക്രൂശിക്കുവാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവിടുത്തെ പിടിച്ച് ചുവന്ന മേലങ്കി മാറ്റി സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോയി. അവിടുന്ന് കുരിശും ചുമന്നുകൊണ്ട് കപാലം എന്ന സ്ഥലത്തേക്ക് നടന്നു. ഹീബ്രു ഭാഷയിൽ അത് ഗാഗുൽത്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വഴിക്ക് വെച്ച് അവർ സൈറീൻകാരനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അയാളുടെ പേര് ശിമയോൻ എന്നായിരുന്നു. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായിരുന്ന ആ മനുഷ്യൻ വയലിൽ നിന്ന് വരികയായിരുന്നു. ഈശോയുടെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിക്കുകയും അത് വഹിച്ചുകൊണ്ട് പുറകെ ചെല്ലുവാൻ അത് അയാളുടെ മേൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. വലിയൊരു ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു. അവിടുത്തെക്കുറിച്ച് കരയുകയും പ്രലപിക്കുകയും ചെയ്തിരുന്ന അനേകം സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടുന്ന് അവരുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ അരുളി ചെയ്തു, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. വന്ധ്യകൾക്കും ഗർഭം ധരിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത പയോധരങ്ങൾക്കും ഭാഗ്യമെന്ന് മനുഷ്യർ പറയുന്ന കാലം വരുന്നു. അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവിനെന്നും മലകളോട് ഞങ്ങളെ മൂടുവിനെന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കുക? വധിക്കപ്പെടുവാനുള്ള 2 കുറ്റവാളികളെയും ഈശോയുടെ കൂടെ അവർ കൊണ്ടുപോയിരുന്നു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ മീറ കലർത്തിയ വീഞ്ഞ് അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തു. അവിടുന്ന് അത് രുചിച്ചു നോക്കി, എങ്കിലും കുടിച്ചില്ല. അനന്തരം അവർ ഈശോയെ കുരിശിൽ തറച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും കുരിശിൽ തറച്ചു. ദുഷ്ടന്മാരുടെ കൂടെ അവിടുന്ന് എണ്ണപ്പെട്ടു എന്ന തിരുവെഴുത്ത് അങ്ങനെ നിറവേറുകയും ചെയ്തു. ഞാനൊരു മനുഷ്യനല്ല, കൃമിയാകുന്നു. മനുഷ്യരുന്ന പാത്രവും ജനങ്ങളുടെ പരിഹാസ വിഷയവുമാകുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, വികൃതമായ ആംഗ്യങ്ങളാൽ നിന്ദിക്കുന്നു. അവൻ കർത്താവിനെ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ. അവിടുന്ന് അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ സ്വതന്ത്രനാക്കട്ടെ. എന്റെ ജനനം മുതൽ തന്നെ അങ്ങന്റെ ദൈവവും അഭയവുമാകുന്നു. അങ്ങേക്ക് ഞാൻ സ്വയം സമർപ്പിച്ചിരുന്നു. ഞാൻ ദുഃഖിതനായിരിക്കയാൽ എന്നിൽ നിന്നകന്നു പോകരുതേ, എന്നെ സഹായിക്കാൻ ആരുമില്ല. ബൈസാനിലെ മൃഗങ്ങൾ എന്നെ വളഞ്ഞു, അലറുന്ന സിംഹത്തെ പോലെ അവ എന്നെ വിഴുങ്ങുവാൻ വരുന്നു. വെള്ളം പോലെ ഞാൻ ഒഴുകിപ്പോയി, എന്റെ സന്ധികൾ വേർപെട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകിന് തുല്യമായി, ഉള്ളിലെ അവയവങ്ങൾ ഉരുകി തുടങ്ങി. ഇഷ്ടിക പോലെ എന്റെ തൊണ്ട വരണ്ടു, നാവ് തൊണ്ടയോട് ഒട്ടിച്ചേർന്നു. അങ്ങനെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നു. നായ്ക്കൾ എന്നെ ചുറ്റി വളഞ്ഞു, ദുഷ്ടന്മാർ എന്നെ വലയം ചെയ്തു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, എന്റെ അസ്ഥികളെല്ലാം അവരെണ്ണി, അവർ എന്നെ ഉറ്റുനോക്കി. അവർ എന്റെ വസ്ത്രം പങ്കിട്ടെടുത്തു, മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. 3 മണിക്കാണ് അവർ ഈശോയെ കുരിശിൽ തറച്ചത്. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. ഈശോയുടെ പേരിലുണ്ടായ ആരോപണം പീലാത്തോസ് ഒരു പലകമേൽ എഴുതി കൊടുത്തത് അവിടുത്തെ കുരിശിന്മേൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ എഴുത്ത് ഇങ്ങനെയായിരുന്നു: യൂദന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ. അവിടുത്തെ കുരിശിൽ തറച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യൂദന്മാരിൽ പലരും അത് വായിച്ചു. ഹീബ്രു, ലത്തീൻ, ഗ്രീക്ക് എന്നീ 3 ഭാഷകളിലും അത് എഴുതപ്പെട്ടിരുന്നു. അതിനാൽ പ്രധാനാചാര്യന്മാർ ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു, യൂദന്മാരുടെ രാജാവ് എന്നല്ല, താൻ യൂദന്മാരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് മറുപടി പറഞ്ഞു, ഞാൻ എഴുതിയത് തന്നെ. ഈശോയെ കുരിശിൽ തറച്ച ശേഷം പടയാളികൾ അവിടുത്തെ വസ്ത്രങ്ങൾ 4 പങ്കിട്ടെടുത്തു. അവിടുത്തെ മേലങ്കി മുകൾ മുതൽ അടിവരെ നെയ്യപ്പെട്ടതായിരുന്നതിനാൽ അവർ പറഞ്ഞു, അത് കീറണ്ട, അതാർക്കുള്ളതായിരിക്കണമെന്ന് നമുക്ക് ചിട്ടിയിട്ട് നിശ്ചയിക്കാം. എൻ്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്തു, എൻ്റെ മേലങ്കിക്കായി അവർ നറുക്കിട്ടു എന്നുള്ള തിരുവെഴുത്ത് നിറവേറണമല്ലോ. അതുകൊണ്ടാണ് പടയാളികൾ ഇങ്ങനെയെല്ലാം ചെയ്യാനിടയായത്. പടയാളികൾ ഈശോയുടെ പക്കൽ കാവലിരുന്നു.
സംഭവിച്ചതെല്ലാം നോക്കിക്കൊണ്ട് ജനങ്ങൾ അവിടെ തന്നെ നിന്നു. വഴിയെ കടന്നു പോയിരുന്നവർ പുച്ഛഭാവത്തിൽ തലകുലുക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നീ ദേവാലയം നശിപ്പിച്ചിട്ട് 3 ദിവസം കൊണ്ട് വീണ്ടും അത് പണിയുന്നവനല്ലയോ? നീ നിന്നെ തന്നെ രക്ഷിക്കുക. അപ്രകാരം തന്നെ പ്രധാനാചാര്യന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും പരിഹാസഭാവത്തിൽ പരസ്പരം ഇങ്ങനെ പറഞ്ഞു: ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കുവാൻ ഇവന് കഴിയുന്നില്ലല്ലോ. ഇസ്രായേലിന്റെ രാജാവായ മിശിഹ കുരിശിൽ നിന്നിറങ്ങി വരട്ടെ, അത് കണ്ട് നമുക്കും അവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മിശിഹായാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. ഇവൻ ദൈവത്തെ ആശ്രയിച്ചിരുന്നല്ലോ. അവിടുന്ന് ഇവനിൽ സംപ്രീതനാണെങ്കിൽ ഇപ്പോൾ അവനെ രക്ഷിക്കട്ടെ. താൻ ദൈവപുത്രനാണെന്നല്ലേ ഇവൻ പറഞ്ഞിരുന്നത്. പടയാളികളും ഈശോയെ പരിഹസിച്ചിരുന്നു. ചുറുക്ക കൊടുക്കുവാൻ അടുത്തു ചെന്നപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു: നീ യൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഈശോയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന കള്ളന്മാർ പോലും അവിടുത്തെ നിന്ദിക്കുകയാണ് ചെയ്തത്. അവരിൽ ഒരുവൻ പുച്ഛഭാവത്തിൽ അവിടുത്തോട് ഇങ്ങനെ പറഞ്ഞു: നീ മിശിഹായാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കുക. അതു കേട്ട മറ്റവൻ അവനെ ശകാരിച്ചു: നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലയോ? നിനക്കും ആ മനുഷ്യനും ഒരേ ശിക്ഷയല്ലേ ലഭിച്ചിരിക്കുന്നത്? നമ്മുടെ കാര്യം പറഞ്ഞാൽ നാം അതിന് അർഹരാണ്, എന്നാൽ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അനന്തരം അവൻ അവിടുത്തോട് ഇങ്ങനെ അപേക്ഷിച്ചു: ഈശോയെ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. അവിടുന്ന് അവനോട് അരുളി ചെയ്തു: നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന് നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈശോയുടെ കുരിശിനടുത്ത് അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോഫാസിൻ്റെ ഭാര്യയായ മറിയവും മഗ്ദലേന മറിയവും നിന്നിരുന്നു. അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും സമീപത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ അമ്മയോട് അരുളി ചെയ്തു: സ്ത്രീ, ഇതാ നിങ്ങളുടെ പുത്രൻ. അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് അരുളി ചെയ്തു: ഇതാ നിന്റെ അമ്മ. ഉടൻ തന്നെ ആ ശിഷ്യൻ അവരെ സ്വീകരിച്ചു. സമയം 6 മണിയായി. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടുപോയി. 9 മണിവരെ നാട് മുഴുവൻ അന്ധകാരമായിരുന്നു. ഏകദേശം 9 മണിയായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു: ഏൽ ഏൽ ലാമാ ശബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ ഉപേക്ഷിച്ചത്? അടുത്തു നിന്നിരുന്നവർ അത് കേട്ട് ഇങ്ങനെ പറഞ്ഞു: ഇതാ അവൻ ഏലിയായി വിളിക്കുന്നു. അനന്തരം സമസ്തവും നിറവേറിക്കഴിഞ്ഞുവെന്ന് ഗ്രഹിച്ച് വിശുദ്ധ ലിഖിതത്തിന്റെ പൂർത്തീകരണത്തിനായി ഈശോ ഇപ്രകാരം അരുളി ചെയ്തു: എനിക്കു ദാഹിക്കുന്നു. ചുറുക്ക നിറച്ച ഒരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. ഉടനെ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്ത് ചുറുക്കായിൽ മുക്കി ഒരു ഞാങ്കണമേൽ വെച്ചുകെട്ടി അവിടുത്തെ അധരത്തോട് അടുപ്പിച്ചു. അതുകണ്ട് മറ്റുള്ളവർ പറഞ്ഞു: നിൽക്കൂ, എലിയ അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് കാണട്ടെ. ഈശോ ചുറുക്ക രുചിച്ച ശേഷം ഇങ്ങനെ അരുളി ചെയ്തു: എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു: പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അനന്തരം അവിടുന്ന് തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തു. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് നമ്മൾ ആചരിക്കുന്നത്.
സാധാരണ തിരുനാളുകൾക്കുള്ള ഒരു പകിട്ട് ഈ തിരുനാളിന് ഇല്ല. മറിച്ച് ഹൃദയം കൊണ്ടാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. കർത്താവ് തമ്പുരാൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മകളെ പുതുക്കുന്ന, ധ്യാനിക്കുന്ന പീഠാനുഭവ വെള്ളിയിലാണ് നമ്മളായിരിക്കുന്നത്. എല്ലാ ക്രിസ്ത്യാനികളും ദേവാലയത്തിൽ വന്ന്, അത് ആണ്ടുകുമ്പസാരം മുടക്കിയവരാണെങ്കിലും ഞായറാഴ്ച കുർബാന മുടക്കാറുള്ളവരാണെങ്കിലും വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ക്രിസ്ത്യാനികളും ഒരല്പം നേരമെങ്കിലും ഒന്ന് പള്ളിയിൽ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ദുഃഖവെള്ളി, പീഠാനുഭവ വെള്ളി. ദുഃഖവെള്ളി എന്ന പ്രയോഗം അത്ര ശരിയല്ല. പീഠാനുഭവ വെള്ളിയാണ്, പാഷൻ ഫ്രൈഡേ. കർത്താവ് തമ്പുരാൻ്റെ പീഠാനുഭവത്തെ അനുസ്മരിക്കുന്ന ദിവസം. ദുഃഖവെള്ളി എന്ന് വിളിക്കുമ്പോൾ ഇത് ദുഃഖത്തിൻ്റെ ദിവസമാകും, നമുക്ക് ദുഃഖിക്കാനുള്ള ദിവസമല്ല. കർത്താവ് തമ്പുരാൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഈശോയോട് നമ്മളെ തന്നെ ചേർത്ത് നിർത്താനുള്ള ദിവസമാണ് ഈ പീഠാനുഭവ വെള്ളി. നമ്മുടെ തിരുക്കർമ്മങ്ങൾ വളരെ ദൈർഘ്യമുള്ള തിരുക്കർമ്മങ്ങളാണ്. ഇത്രയും നേരം ഇപ്പം തന്നെ നമ്മൾ എന്തുമാത്രം പ്രാർത്ഥനകൾ, സങ്കീർത്തനങ്ങൾ ഒക്കെ ആലപിച്ചു. ദുഃഖവെള്ളിയിലെ ഈ പീഠാനുഭവ വെള്ളിയിലെ തിരുക്കർമ്മങ്ങൾ സായാഹ്നത്തിലായതുകൊണ്ട് നമ്മുടെ സഭയുടെ സായാഹ്ന പ്രാർത്ഥനയും ചേർത്താണ്. അതുകൊണ്ടാണ് ഒരുപാട് സങ്കീർത്തനങ്ങൾ ആലപിച്ച് നമ്മൾ പ്രാർത്ഥിച്ചത്. സങ്കീർത്തനങ്ങൾ ഈശോയുടെ പാഠപുസ്തകമാണ്, യഹൂദൻ്റെ പ്രാർത്ഥനാ പുസ്തകമാണ്. സഭ അത് ഏറ്റെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ ആലപിച്ച് നമ്മൾ ഇത്രയും നേരം പ്രാർത്ഥിച്ചത്. ഇനിയും തുടർന്ന് വരുന്ന തിരുക്കർമ്മങ്ങളുടെയും ഭംഗി നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ളിലുള്ള ദൈവശാസ്ത്ര സമ്പത്ത് നമ്മൾ മനസ്സിലാക്കണം. ഈ തിരുക്കർമ്മങ്ങളിലൊക്കെ നമ്മളോട് സഭ ഈശോയുടെ സ്നേഹത്തെ, ആ സ്നേഹത്തോട് നമ്മൾ പ്രതികരിക്കേണ്ട രീതിയെ സംവേദനം ചെയ്യുന്നുണ്ട്. തുടർന്ന് കാറസൂസ ചൊല്ലി കർത്താവ് തമ്പുരാൻ്റെ ക്രൂശിത രൂപം നമ്മൾ ബേമയിൽ എടുത്തു വെച്ച് ഈ തുണി കൊണ്ട് ആ കുരിശു രൂപം പൊതിഞ്ഞെടുത്ത് ആ ക്രൂശിത രൂപവുമായി നമ്മൾ പ്രദക്ഷിണമായിട്ട് ഇറങ്ങും. അത് ദേവാലയത്തിൻ്റെ വടക്കും തെക്കുമുള്ള ഭിത്തികളിൽ ആ ക്രൂശിത രൂപം ചുംബിച്ചിട്ട് പുറത്തേക്കിറങ്ങി കൽക്കുരിശ് ചുറ്റി പ്രദക്ഷിണം നടത്തി തിരിച്ചു ദേവാലയത്തിനകത്ത് വന്ന് വെള്ള വിരിച്ച മേശമേൽ ക്രൂശിത രൂപം കിടത്തി അതിൻ്റെ അഗ്രങ്ങൾ പഞ്ഞി ഉപയോഗിച്ച് കഴുകി, ആ കഴുകിയത് കയ്പ് നീരിൽ ചേർത്ത് ആ കയ്പ് നീര് നമ്മൾ കുടിച്ച് ഈ ക്രൂശിത രൂപത്തിൻ്റെ അഗ്രങ്ങളിൽ ആദരവോടെ ചുംബിച്ച് കർത്താവിന് കൂട്ടിരുന്ന് ഗീതങ്ങൾ ആലപിച്ച് ഈ ദിവസം മുഴുവൻ പ്രാർത്ഥനയുടെ ദിവസമാണ്. ഈ ദിവസം മുഴുവൻ പ്രാർത്ഥനയുടെ ദിവസമാണ്. അതുകൊണ്ട് ഗൗരവത്തോടെയും ദൈവസ്നേഹത്തിന് നേരെ കണ്ണു തുറന്നും നമുക്ക് ഈ ദിവസം ചെലവഴിക്കാൻ പറ്റട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ ആത്മന പങ്കുചേരാൻ നമുക്ക് കഴിയട്ടെ. ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ട്. ഈശോ തമ്പുരാൻ്റെ കുരിശു മരണം, ഈ കാൽവരി എപ്പിസോഡ്, ഈ മലമുകളിൽ സംഭവിച്ചതെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് നമ്മളിതിനെ വിളിക്കേണ്ട പേര് എ ടെക്സ്റ്റ് ബുക്ക് ഫോർ ഓൾ ക്രിസ്ത്യൻസ്. എല്ലാ ക്രിസ്ത്യാനികൾക്കുമുള്ള പാഠപുസ്തകമാണ് കാൽവരി. എല്ലാ ക്രിസ്ത്യാനികൾക്കുമുള്ള പാഠപുസ്തകമാണ് കാൽവരി. ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ മുമ്പിലേക്ക് നൽകിയിരിക്കുകയാണ്, കാൽവരി എപ്പിസോഡ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് ഇതിൻ്റെ 1-ാം പാഠം തൊട്ട് ധ്യാനിച്ച് തുടങ്ങണം, സംശയമില്ല. പക്ഷേ തുറക്കാൻ വരട്ടെ, ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം വൈ, എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം മനസ്സിലാക്കിയിട്ട് വേണം ഇത് തുറന്നിട്ട് വാട്ട്, എന്ത്, കണ്ടന്റ് ധ്യാനിക്കാൻ. അപ്പം നമ്മൾ ആദ്യം ചോദിക്കുന്നത് വൈ. എന്താണ് വൈ? എന്തുകൊണ്ടൊരു കുരിശു മരണം? കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ പാടിപ്പതിഞ്ഞതാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് തമ്പുരാൻ കുരിശിൽ മരിച്ചു എന്നുള്ളത്. നിങ്ങൾ ഇനിയുള്ള കുറച്ചു നേരം ശ്രദ്ധയോടെ ഇരിക്കണം. ഒരല്പം കടുകട്ടി കാര്യം പറയാൻ പോവാണ്. പീഠാനുഭവ വെള്ളിയിൽ ഓൾറെഡി പീഡനങ്ങളും സഹനങ്ങളും ധ്യാനിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അധിക പീഡനമായിട്ട്, അധിക സഹനമായിട്ട് ഈ പ്രസംഗത്തെ അങ്ങ് നിരൂപിച്ചാൽ മതി. നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം, എന്തിന് ഈശോ കുരിശിൽ മരിക്കണമായിരുന്നു? ഇതാണ് ചോദ്യം. അതായത്
നമ്മൾ ഇതുവരെ കേട്ടതും പാടിയതും പറഞ്ഞതുമൊക്കെ തൽക്കാലം ഒന്ന് സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് വളരെ സെൻസിബിൾ, പ്രാക്ടിക്കൽ, ലോജിക്കലായിട്ട് നമ്മൾ ചോദിക്കാൻ തുടങ്ങുകയാണ്, എന്തിനാണ് എൻ്റെ പാപത്തിന് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ദൈവപുത്രൻ കുരിശേൽ മരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം, ഇതൊരു 5 മിനിറ്റ് കൊണ്ട് ഈ ആശയം പറഞ്ഞു തീർക്കാൻ പറ്റും, അതാണ് എൻ്റെ വിചാരം. 5 മിനിറ്റ് താഴെ മതി. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകണം, ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ക്രിസ്ത്യൻ തോട്ട്, ഒരു ക്രൈസ്തവ ചിന്തയ്ക്ക് വ്യക്തത കിട്ടും, ഒരു ക്ലാരിറ്റി കിട്ടും. നമ്മൾ തുടങ്ങുകയാണ്. മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു. മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു. നമ്മൾ ഒരു പാപം ചെയ്യുമ്പോൾ ആ പാപം എന്താണെന്ന് ഉള്ളത് മാത്രമല്ല, അത് ആർക്കെതിരെ ചെയ്തു എന്നുള്ളതും ആ പാപത്തിൻ്റെ ഡിഗ്രിയെ അളക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഗൗരവത്തെ അത് ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഇടവക ജനത്തിൽ ഒരാളോട് ഞാനൊരു കള്ളം പറഞ്ഞു, ചെയ്തത് കള്ളമാണ്, ഇന്നയാളോട് പറഞ്ഞു. അല്ലെങ്കിൽ അതേ സെയിം കള്ളം ഞാൻ എൻ്റെ മെത്രാപ്പോലീത്തായോട് പറഞ്ഞു. ഏതിനാണ് ഗൗരവം കൂടുതലുള്ളത്? മെത്രാപ്പോലീത്തായോട് പറഞ്ഞ കള്ളത്തിന് ഗൗരവം കൂടുതലുണ്ട്. കാരണം ആർക്കെതിരെയാണ് ആ പാപം ചെയ്തത്? അല്ലെങ്കിൽ മാർപ്പാപ്പയോട് ഞാൻ കള്ളം പറഞ്ഞു, അതിൻ്റെ ഗൗരവം പിന്നെയും കൂടുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പാപം അതിൻ്റെ കണ്ടന്റ് മാത്രമല്ല, ആർക്കെതിരെ പാപം ചെയ്യുന്നു എന്നതിനെ അനുസരിച്ച് ആ പാപത്തിൻ്റെ ഗൗരവം ഏറും. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്തത് ആർക്കെതിരെയാണ്? മനുഷ്യൻ പാപം ചെയ്തത്, ആദ്യ പാപം ചെയ്തത് ദൈവത്തിനെതിരെ. മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു. ദൈവത്തിനെതിരെ പാപം ചെയ്തപ്പോൾ ആ പാപത്തിൻ്റെ ഡിഗ്രി, അതിൻ്റെ ഗൗരവം വല്ലാണ്ടങ്ങ് കൂടി. എത്രമാത്രം കൂടി? ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം നിത്യനാണ്, ഇറ്റേണൽ. ദൈവം നിത്യനാണ്. അപ്പോൾ ഈ പാപം എങ്ങനെയായിട്ട് മാറി? നിത്യമായൊരു പാപമായിട്ട് മാറി, ഒരു എറ്റേണൽ സിന്നായിട്ട് മാറി. അതങ്ങനെ അനന്തതയോളം നീളുന്നൊരു പാപമായിട്ട് അത് മാറി. എന്തുകൊണ്ട്? അത് ആർക്കെതിരെ ചെയ്തു? ഒരു ഇറ്റേണൽ ഗോഡ്, ഒരു നിത്യനായ ദൈവത്തിനെതിരെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ പാപത്തിൻ്റെ സ്വഭാവം നിത്യമായിട്ട് മാറി. അവിടെ നിൽക്കട്ടെ. പഴയ നിയമത്തിൽ ആകമാനം നമ്മൾ കാണുന്നത്, പുരോഹിതര്, ഇസ്രായേൽ ജനം ഈ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. അവര് കുഞ്ഞാടിൻ്റെയും കോലാടിൻ്റെയും കാളക്കുട്ടിയുടെയും രക്തം കൊണ്ട് ഇതിന് പരിഹാരം ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ പരിഹാരങ്ങളൊക്കെ നിരർത്ഥകമാകുന്നു, കാര്യമില്ലാതായി പോകുന്നു. എന്താണ് പ്രശ്നം? മുമ്പിലിരിക്കുന്നവരൊക്കെ ഇത് കേട്ടിട്ടുള്ളതാണ്, കുറച്ചൊക്കെ ഈ ആശയം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഉത്തരം പറയാൻ ശ്രമിക്കാൻ വേണമെങ്കിൽ, അതായത് നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങളൊന്നും ഈ പാപത്തിനുള്ള യഥാർത്ഥ പരിഹാരമാകുന്നില്ല. എന്താ കാര്യം? ഈ പാപം എന്താണ്, എങ്ങനെയുള്ള പാപമാണ്? തൊട്ടു മുമ്പ് പറഞ്ഞു, ഈ പാപം നിത്യമായ പാപമാണ്. ഒരു പാപം കിടപ്പുണ്ട്, ആ പാപം നിത്യനായ ദൈവത്തിനെതിരെ ചെയ്തത് കൊണ്ട് നിത്യമായ പാപമായിട്ട് അതങ്ങനെ കിടക്കുകയാണ്. പരിഹാരം ഇവിടെ കുഞ്ഞാടും കാളക്കുട്ടിയും കൊന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? അതെല്ലാം മർത്യമായ പരിഹാരങ്ങളാണ്, സാധാരണ പരിഹാരങ്ങളാണ്. അപ്പോൾ ഈ പാപത്തിന് പരിഹാരം എങ്ങനെയുള്ളതായിരിക്കണം? പരിഹാരം സംഭവിക്കണമെങ്കിൽ അത് നിത്യമായ പരിഹാരമായിരിക്കണം. ഒരു നിത്യമായ പരിഹാരത്തിലൂടെ ഈ പാപത്തിൻ്റെ ബന്ധനം കെട്ട് മാറിപ്പോകൂ. നിത്യമായ പരിഹാരം ചെയ്യാൻ മനുഷ്യന് കെൽപ്പുണ്ടോ? ഇല്ല. എന്താ കാര്യം? മനുഷ്യൻ മർത്യനാണ്. മർത്യനായ മനുഷ്യൻ എങ്ങനെ നിത്യമായൊരു പരിഹാരം ചെയ്യും? അപ്പോൾ പിന്നെ എന്താ മാർഗം? നിത്യനായ ദൈവം ഇറങ്ങി വരികയേ മാർഗമുള്ളൂ. നിത്യനായൊരു ദൈവം ഇറങ്ങി വരികയേ മാർഗമുള്ളൂ. അതാണ് മനുഷ്യാവതാരം. നിത്യനായൊരു ദൈവം ഇറങ്ങി വന്നിട്ട് അവൻ പരിഹാരം ചെയ്തു. ആ പരിഹാരം നിത്യമായ പരിഹാരമായിരുന്നു. അതാണ് കാൽവരി കുന്നിൽ സംഭവിച്ചത്. ഇത്രയും നേരം പറഞ്ഞ കാര്യം മനസ്സിൽ ഉറപ്പിക്കണേ. ഇത് വ്യക്തത കിട്ടും. കാരണം ചുറ്റുമുള്ള മനുഷ്യരൊക്കെ ചോദിക്കുന്നു, മരിച്ച ദൈവമോ, കുരിശേ കയറിയ ദൈവമോ? ഒരു ദൈവത്തിന് എന്താണ് അതിൻ്റെ ആവശ്യം? കുരിശേ കയറേണ്ട കാര്യം എന്താ? ഇതാണ്, ഇങ്ങനെയാണ് ദൈവം മർത്യപാപങ്ങൾക്ക് പരിഹാരം തീർത്തത്. ഇനി 1-2 സെന്റൻസിൽ ഈ പറഞ്ഞ കാര്യം മുഴുവൻ ചുരുക്കാം. മനുഷ്യൻ ഒരു പാപം ചെയ്തു.
ആ പാപം ആർക്കെതിരെ ചെയ്തു? ദൈവത്തിനെതിരെ ചെയ്തു. ദൈവത്തിനെതിരെ ചെയ്തത് കൊണ്ട് ആ പാപത്തിന് എന്ത് സ്വഭാവം കിട്ടി? നിത്യത കിട്ടി. അത് നിത്യമായ പാപമായിട്ട് മാറി. മനുഷ്യൻ ചെയ്യുന്ന പരിഹാരങ്ങളൊക്കെ മർത്യമായ പരിഹാരങ്ങളാണ്. മർത്യനായ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും നിത്യമായ പരിഹാരം ചെയ്യാൻ പറ്റില്ല. നിത്യമായ ഒരു പരിഹാരം വേണമെങ്കിൽ ആര് തന്നെ വരണം? നിത്യനായ ദൈവം തന്നെ വരണം. ദൈവം മാത്രമേ ഉള്ളൂ നിത്യനായിട്ട്. അതുകൊണ്ട് എന്ത് പറ്റി? നിത്യനായ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യനായി നിത്യമായൊരു പരിഹാരം ചെയ്തു. അതാണ് കാൽവരി കുന്നിലെ കുരിശുമരണം. അതാണ് കാൽവരി കുന്നിലെ കുരിശുമരണം. അതിൻ്റെ പ്രാധാന്യത്തെ ഒട്ടും ഇകഴ്ത്തരുത് നമ്മളായിട്ട്. നമ്മുടെ അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തെ ഒട്ടും കുറച്ച് കളയരുത്. കേവലം ഒരു നനുത്ത വൈകാരിക അനുഭവമാക്കി മാത്രം കുരിശുമരണത്തെ ചുരുക്കി എഴുതരുത്. അതിനപ്പുറത്ത് രക്ഷാകര ചരിത്രത്തിലുള്ള ദൈവം തമ്പുരാന്റെ നിർണായകമായ ഇടപെടലായിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ. ഇനി പതുക്കെ വൈ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. വൈ ദിസ് ക്രൂസിഫിക്ഷൻ, വൈ ദിസ് പാഷൻ? അതിൻ്റെ ഉത്തരമാണ് ഇപ്പം മനസ്സിലാക്കിയത്. എന്നിട്ട് തുറക്കുമ്പോൾ ഓരോ പാഠങ്ങളായിട്ട് തെളിയും. പാഠമൊന്ന് കുരിശുമരണം, പാഠമൊന്ന് ദൈവഹിതം നിറവേറ്റപ്പെടണം. പാഠമൊന്ന് ദൈവഹിതം നിറവേറ്റപ്പെടണം. ഈ ദിവസങ്ങളിൽ എനിക്കും ധ്യാനത്തിൽ കിട്ടിയ ദൈവം തമ്പുരാൻ തന്ന ഒരു ചിന്തയാണ്, കുരിശുമരണം, ഈ പീഠാസഹനം ദൈവഹിതമാണെന്ന് ആർക്കറിയാം? ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. ഇതെൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ നിയോഗം നടത്താതിരിക്കാനുള്ള പ്രലോഭനം ഈശോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അകത്തുനിന്നും ഉണ്ടായി, പുറത്തുനിന്നും ഉണ്ടായി. അകത്തുനിന്നുണ്ടായത് എപ്പോഴാണ്? ഈ നിയോഗം വേണ്ടെന്ന് വെക്കാനുള്ള ഒരു പ്രലോഭനം അകത്തുനിന്നുണ്ടായത് എപ്പോഴാണ്? ഗത്സമനിയിൽ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് വായിച്ചു, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണേ. ഒരു ഉള്ളിലൊരു പ്രലോഭനം ഉണ്ടായി. ഇത് വേണോ? പുറത്തുനിന്നുണ്ടായത് എപ്പോഴാണെന്നറിയാമോ? ഇത് വേണോ എന്നൊരു ചോദ്യം പുറത്തുനിന്നുണ്ടായത് എപ്പോഴാണ്? 3 പ്രാവശ്യം ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, കൂട്ടുകാരെ, ഞാൻ മല കയറും, ഞാൻ മരിക്കും, പീഡകൾ സഹിക്കും, കുരിശിൽ മരിക്കും. ഇവന്മാരൊന്നും സപ്പോർട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല, അതിൽ ശിഷ്യപ്രമുഖൻ മുമ്പോട്ട് കയറിയെന്ന് പറയുന്നു, ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ, നിനക്കൊരു സഹനവും ഉണ്ടാകാതിരിക്കട്ടെ. ആത്യന്തികമായിട്ട് ഇത് രണ്ടും എന്താണ്? ദൈവഹിതം നിറവേറ്റപ്പെടാതിരിക്കാനുള്ള പ്രലോഭനങ്ങൾ അകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ടാകുകയാണ്. നമുക്കും അറിയാം ചെയ്യേണ്ട നന്മ ഇതാണ് എന്നിൽ നിന്നും കർത്താവ് തമ്പുരാൻ ആഗ്രഹിച്ചിരിക്കുന്ന, കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം ഇതാണെന്ന് നന്നായിട്ടറിയാം. പക്ഷേ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രലോഭനം ഉണ്ടാകുന്നു. വേണോ? ഇത് ചെയ്യാൻ പോയാൽ ഇത് സഹനമാണ്, കാസയാണ്, കുടിക്കേണ്ടി വരും. വേണോ പ്രലോഭനം. അപ്പുറത്ത് പുറത്തു നിന്നും പ്രലോഭനം. വേണ്ട, എന്തിനാ ഈ വല്ലാത്ത ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നത്? എന്തിനാണ് വെറുതെ പൊല്ലാപ്പ്? അതുകൊണ്ട് വേണ്ട, വിട്ടേക്ക്. നീ വെറുതെ ആവശ്യമില്ലാത്ത സഹനങ്ങൾക്കൊന്നും പോകണ്ട, ബുദ്ധിമുട്ടൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് ദൈവഹിതത്തിൽ നിന്നും നമ്മളെ പുറകോട്ട് വലിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ടാകും. അതിൻ്റെയൊക്കെ ഒടുവിൽ നിന്റെ ഹിതം നിറവേറപ്പെടട്ടെ എന്ന് പറയുന്നതാണ് കാൽവരി. പാഠമൊന്ന്, കാൽവരി ഈസ് ഈക്വൽ ടു ദൈവഹിതം നിറവേറപ്പെടണം. നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം നിറവേറപ്പെടണം. പാഠം 2, കാൽവരി ഈസ് ഈക്വൽ ടു പരിപൂർണ സമർപ്പണം. അതായത് ആ വിഷ്വൽസ്, കാൽവരിയുടെ അതിന് തൊട്ട് മുമ്പോൾ 2-3 മണിക്കൂറിൻ്റെ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് തോന്നും, കർത്താവിനെ പിടിച്ചു വലിച്ചെടച്ചു കൊണ്ടുപോയി ഈ സ്ലീവാമരം തോളിൽ വെച്ച് കൊടുത്ത് ഇവനെ അങ്ങ് ബുദ്ധിമുട്ടിച്ച് അവസാന മലമുകളിൽ കൊണ്ടുചെന്ന് കടത്തി ഇവൻ്റെ കൈത്തണ്ട ഇതിലേക്ക് വലിച്ചു വെച്ച് ഇവനെ ഇങ്ങനെ വലിച്ചെടുത്ത് കുരിശുകൾ തറച്ചതുപോലെ തോന്നും. നമുക്ക് കാണുമ്പോൾ തോന്നുന്നു അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. കർത്താവ് അതിനു മുമ്പ് തന്നെ സറണ്ടർ ചെയ്തിരുന്നു, സമർപ്പണം നടത്തി കഴിഞ്ഞിരുന്നു. അതാണ് സഹ്യനോട്ടുശാലയിൽ സംഭവിച്ചത്. അതാണ് ആ കാസയും പീലാസയും എടുത്തിട്ട് ഇതെൻ്റെ ശരീരം വാങ്ങി കഴിക്ക്, ഇതെൻ്റെ രക്തം വാങ്ങി കുടിക്ക് എന്ന് പറഞ്ഞ് ഒരു പരിപൂർണ സമർപ്പണം, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയുള്ളൊരു സമർപ്പണം നടത്തി കഴിഞ്ഞു. അത് നടത്തി കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ, പിന്നെ ഒരു പാടുപീഡകളും നമ്മളെ തോപ്പിക്കില്ല. നമുക്ക് പറ്റാതെ പോകുന്നത് ഈ സമർപ്പണം നടത്താൻ പറ്റുന്നില്ല. കാൽവരി ഈസ് ഈക്വൽ ടു പരിപൂർണ സമർപ്പണം. 3, കാൽവരി ഈസ് ഈക്വൽ ടു നിരുപാധിക ക്ഷമ. അതായത്
ഇത്രയും പാടുപീടകളുടെ നടുവിൽ കുരിശിൽ കിടക്കുന്നവന് ലോകത്തെ മുഴുവൻ പഴിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് അവൻ്റെ വേദനയിൽ അവൻ പറഞ്ഞു പോയതാണെന്ന് ആർക്കും മനസ്സിലാകും. പക്ഷേ ആ നേരത്തും അവിടെ കിടന്നുകൊണ്ട് അവൻ പറയുന്നത്, ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു എന്നെ പീഡിപ്പിച്ചവരോട്. കാൽവരി നമ്മളെ വെല്ലുവിളിക്കുകയാണ്. ഈ പാഠപുസ്തകം, കാൽവരി എന്ന പാഠപുസ്തകം വെല്ലുവിളിക്കുകയാണ്. ദാ ഇന്ന് 2021 ആണ്ടിലെ പീഠാനുഭവ വെള്ളിയിൽ പങ്കുചേരുമ്പോഴും ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യുകയാണ്. നിരുപാധികമായിട്ട് ക്ഷമിക്കുക. ഈ പാഠപുസ്തകം ഉണ്ടല്ലോ, ഇത് 200 പേജിൻ്റെ നോട്ട്ബുക്കല്ല, ഇത് 300-400 പേജല്ല. ഇതിങ്ങനെ അനന്തതയോളമുണ്ട്. തുറന്ന് വായിക്കാൻ തുടങ്ങിയാൽ താളുകൾ മറിച്ച് കണ്ണടയുന്ന കാലം വരെ വായിക്കാൻ മാത്രമുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടം കൊണ്ട് പാഠവായന നിർത്തുകയാണ്. ഇത്രയും മതി തൽക്കാലം. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞത് വൈ, എന്തുകൊണ്ട് ഒരു കുരിശു മരണം, എന്തുകൊണ്ടൊരു പീഡാസഹനം, അതിൻ്റെ ഉത്തരം നമ്മൾ ധ്യാനിച്ചു. അടുത്തത് ഒന്നാമത് പറഞ്ഞത് കാൽവരി പാഠം 1. കാൽവരി എന്നാൽ എന്താണ്? കാൽവരി എന്ന് പറഞ്ഞാൽ ദൈവഹിതം നിറവേറപ്പെടണമെന്ന പുത്രൻ്റെ ശാഠ്യമാണ് കാൽവരി. 2, പാഠം 2, കാൽവരി എന്താണ്? കാൽവരി പരിപൂർണ സമർപ്പണമാണ് കാൽവരി. 3, പാഠം 3, നിരുപാധിക ക്ഷമയാണ് കാൽവരി. ഞാൻ പാഠപുസ്തകം അടയ്ക്കുന്നില്ല, തുറന്നിരിക്കട്ടെ. സൗകര്യം പോലെ ഈ ദിവസങ്ങളിൽ നമുക്കും താളുകൾ മറിച്ച് വായിക്കാനും ധ്യാനിക്കാനും കഴിയട്ടെ. രക്ഷയുടെ ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. നമുക്ക് തിരുക്കർമ്മങ്ങൾ തുടരാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടുകൂടി ഞങ്ങളുടെ മേൽ അപേക്ഷിക്കാം. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അനുതാപത്തിന്റെ വഴിയിലേക്ക് പാപികളെ വിളിക്കാൻ വന്ന മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. തന്റെ മുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകൾ സുഖമാക്കുകയും തന്റെ മരണത്താൽ മരണത്തിന്മേൽ വിജയം വരിക്കുകയും ചെയ്ത ജീവിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും വേളയിൽ സൂര്യചന്ദ്രന്മാർ മുഖം മറയ്ക്കുന്നതിനും സൃഷ്ടജാലങ്ങൾ വിലപിക്കുന്നതിനും ഇടയാക്കിയ മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കുരിശുമരണത്താൽ സ്വർഗവാസികളെ സമാശ്വസിപ്പിക്കുകയും തന്നെ ക്രൂശിച്ചവരെ പോലും നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മരണശേഷം പാതാളത്തിലിറങ്ങി അവിടെ ഉണ്ടായിരുന്നവർക്ക് പ്രത്യാശയുടെ സുവിശേഷം നൽകിയ മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഗാഗുൽത്ത മലയിലെ തന്റെ സമർപ്പണം വഴി ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ചെയ്ത മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കുരിശിലെ സഹനവേളയിൽ മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്കും നവീകരണത്തിനുമായി കയ്പുനീര് രുചിച്ച മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. തന്റെ ആടുകൾക്കായി സ്വയം ബലിയർപ്പിക്കുകയും രക്തത്താൽ അവരെ വീണ്ടെടുത്ത് ദുഷ്ടരിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത നല്ല ഇടയനും കർത്താവുമായ മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗവാസികളാൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂവാസികളാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കപ്പെടുന്നവനുമായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായേ, നിന്റെ സഭയെ വഞ്ചനയിൽ നിന്ന് രക്ഷിക്കുകയും നിന്റെ ആരാധകരിൽ നിന്ന് പാപങ്ങളുടെയും കടങ്ങളുടെയും ഭാരം നീക്കിക്കളയുകയും വിവിധ സഭാ സമൂഹങ്ങളിൽ നിന്റെ സമാധാനവും നൽകുകയും മനുഷ്യത്തോടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് കരുണാപൂർവ്വം ഉത്തരമരുന്നതിനായി സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. തന്റെ കൃപാകടാക്ഷത്താൽ പരിശുദ്ധ കത്തോലിക്കാ സഭയെ പൂർണ്ണമായും പരിപാലിക്കുന്നതിനു വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മേഘസ്തംഭത്തിന്റെ തണലിൽ സഭയെ സംരക്ഷിക്കുന്നതിനും വചനത്തിന്റെ പ്രകാശത്താൽ അവളെ തേജോപൂർണ്ണയാക്കുന്നതിനും സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മോശയെ പോലെ നയിക്കുന്നതിനും ഫറവോനെ പോലെ പുരോഹിത ചെയ്യുന്നതിനും കേപ്പായ പോലെ അജപാലനം നിർവഹിക്കുന്നതിനും സഭ മുഴുവന്റെയും തലവനായ ഫ്രാൻസിസ് പാപ്പായ്ക്കും മാർ ഫ്രാൻസിസ് പാപ്പായും പിതാവുമായ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ നമ്മുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ യൗസേപ്പ് മെത്രാപ്പോലിത്തായ്ക്കും അവരുടെ മറ്റു മെത്രാന്മാർക്കും വേണ്ടി അവരുടെ സഹപ്രവർത്തകർക്കും വേണ്ടി ദൈവത്തോട് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം.
സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവിക ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നേതാക്കന്മാർക്ക് വിവേകവും ന്യായാധിപന്മാർക്ക് നീതിബോധവും ഭരണാധിപന്മാർക്ക് ആത്മാർത്ഥതയും ലോകത്തിന് സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും അങ്ങയുടെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങൾ രക്ഷകനായ ഈശോ മിശിഹായുടെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ക്ലേശങ്ങളും പീഡകളും സന്തോഷത്തോടെ സഹിക്കുന്നതിനും അങ്ങയുടെ ബലിജീവിതം തുടരുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. കയ്യൊപ്പിനായി നമുക്ക് തലവനിച്ച് ആശീർവാദം സ്വീകരിക്കാം. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവന്റെ കാരുണ്യവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിത്തകർന്നു. നാഥൻ ദാരുണരൂപത്തിൽ ശ്ലീവായുന്നിൽ ആണികളിൽ മരണമടഞ്ഞതു കണ്ടപ്പോൾ ഭൂമി കുലുങ്ങി വിറച്ചല്ലോ. താരകളിരുളിൽ മറഞ്ഞല്ലോ. ദേവാലയ തിരശീലയുടൻ രണ്ടായി കീറി മുറിഞ്ഞല്ലോ. ക്രൂശിപ്പവരുടെ ഔദ്ധത്യം കാൺകെ പാറകൾ പിളരുകയായി. കല്ലറ വിട്ടുയിരാർന്നവരോ നാഥനെ വാഴ്ത്തിപ്പാടുകയായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നാഥൻ ദാരുണരൂപത്തിൽ ശ്ലീവായുന്നിൽ ആണികളിൽ മരണമടഞ്ഞതു കണ്ടപ്പോൾ ഭൂമി കുലുങ്ങി വിറച്ചല്ലോ. താരകളിരുളിൽ മറഞ്ഞല്ലോ. ദേവാലയ തിരശീലയുടൻ രണ്ടായി കീറി മുറിഞ്ഞല്ലോ. ക്രൂശിപ്പവരുടെ ഔദ്ധത്യം കാൺകെ പാറകൾ പിളരുകയായി. കല്ലറ വിട്ടുയിരാർന്നവരോ നാഥനെ വാഴ്ത്തിപ്പാടുകയായി. ആദിമുതൽ എന്നേക്കും ആമേൻ. നാഥൻ ദാരുണരൂപത്തിൽ ശ്ലീവായുന്നിൽ ആണികളിൽ മരണമടഞ്ഞതു കണ്ടപ്പോൾ ഭൂമി കുലുങ്ങി വിറച്ചല്ലോ. ഇരുളിൽ മറഞ്ഞല്ലോ. ദേവാലയ തിരശീലയുടൻ രണ്ടായി കീറി മുറിഞ്ഞല്ലോ. ക്രൂശിപ്പവരുടെ ഔദ്ധത്യം കാൺകെ പാറകൾ പിളരുകയായി. കല്ലറ വിട്ടുയിരാർന്നവരോ നാഥനെ വാഴ്ത്തിപ്പാടുകയായി. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ ഈശോയെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതിനാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും ജലവും പുറത്തു വന്നു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥി തകർക്കപ്പെടുകയില്ല എന്ന ലിഖിതം പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു ലിഖിതം പറയുന്നു, തങ്ങൾ കുത്തിത്തുളച്ചവനെ അവർ നോക്കും. യഹൂദരോടുള്ള ഭയം നിമിത്തം ഈശോയുടെ രഹസ്യശിഷ്യന്മാരായി കഴിഞ്ഞിരുന്ന അരിമത്യക്കാരൻ യൗസേപ്പ് ഈശോയുടെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. ഈശോയെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും അകിലും ചേർന്ന് ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിരുന്നു. അവൻ ഈശോയുടെ ശരീരമെടുത്ത് യഹൂദരുടെ മൃതസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടവും ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തുടർന്നു വരുന്ന തിരുക്കർമ്മങ്ങൾ ഇപ്പോൾ മദ്ബഹായിൽ നിന്ന് ക്രൂശിത രൂപമെടുത്ത് ബേമയിലെത്തിച്ച് ഈ വെള്ളത്തുണി കൊണ്ട് അത് പൊതിഞ്ഞു പിടിച്ച് പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. പ്രദക്ഷിണത്തിൻ്റെ ആരംഭം ആദ്യം ദേവാലയത്തിൻ്റെ ഇരുഭിത്തികൾ, തെക്കും വടക്കുമുള്ള ഭിത്തികളിൽ ക്രൂശിത രൂപം മുട്ടിച്ച്, തുടർന്ന് ഹന്നാൻ വാതിൽ വഴി, ആനവാതിൽ വഴി പുറത്തേക്കിറങ്ങി സ്ലീവ, ദേവാലയമുറ്റത്തുള്ള സ്ലീവ ചുറ്റി തിരിച്ച് പ്രദക്ഷിണം അകത്ത് കയറും. എന്നിട്ട് നമ്മളിവിടെ വെള്ള വിരിച്ച ഒരു മേശമേൽ ക്രൂശിത രൂപം ഈശോയെ കിടത്തി തിരികൾ കൊണ്ട് ആ മേശ അലങ്കരിച്ച് ഈശോടൊപ്പം ഇരുന്ന് പ്രാർത്ഥനയിലായിരിക്കുന്ന നേരമാണ് തുടർന്ന് വരുന്നത്. ഈ നേരത്ത് നമ്മൾ ആലപിക്കുന്ന ഗാനം അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ലോകത്തിന് രക്ഷ നൽകുവാൻ ഈശോ കുരിശിൽ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ പാടി ഉണർത്തുന്നത് നമ്മുടെ പൂർവികരെയാണ്. പഴയ നിയമകാലത്ത് മരിച്ചു പോയവരെ വിളിച്ചെണ്ണിപ്പിക്കുന്ന ഒരു ഗീതമാണത്. ഉണരുക ആദാമേ, നീ കാണുക, ദൈവപുത്രൻ കുരിശിൽ നിനക്ക് വേണ്ടി കൂടെ മരിച്ചു. നോഹേ, ഉണരുക, നിനക്ക് വേണ്ടിതാ ദൈവപുത്രൻ മരിച്ചു. അബ്രാഹമേ, ഇസഹാക്കേ, യാക്കോബേ, എണ്ണീക്ക്, മരണത്തിൽ നിന്ന്, നിദ്രയിൽ നിന്ന് ഉണര്, ദാ നിനക്ക് വേണ്ടി രക്ഷ സംജാതമായി. സുന്ദരമായ ഗീതമാണ്. അതിനോട് ചേർന്ന്, ആ ഗാനത്തോട് ചേർന്ന് നമുക്കും ഈ നേരത്ത് പ്രാർത്ഥനയിൽ ആയിരിക്കാം. ഈശോനാഥൻ ഗാഗുൽത്തായിൽ കുരിശുമരത്തിൽ മൃത്യുവരിച്ചു. സൃഷ്ടികളഖിലം ശോകമിയന്നു, ഭൂതലമഖിലം ഞെട്ടിവിറച്ചു. മാനവഗണവും മാനവകുലവും ദുഃഖിതരായി വേദന പൂണ്ടു. മാമലനിരകൾ വിറകൊള്ളുകയാ, പാറകൾ പൊട്ടി പിളരുകയായി. അഖില ജനത്തിൻ രക്ഷകനായി അവനിലെത്തി
സൂനോ അതിനിഷ്കരുണം ആണികളാൽ തൻ ആണികളവരാ കുരിശിൽ ചേർത്തു. ഉണരുക വേഗം ആദാമേ നീ, സുതനുടെ സഹനം ദർശിച്ചാലും യൂദജനങ്ങൾ പാപികണക്കെ പീഡിപ്പിക്കും സുതനേക്കാൾ ഉന്നതനാകും യേശയ്യായേ എഴുന്നേറ്റുടനെ ദർശിച്ചാലും മിശിഹാരാജൻ ബലിയായി കുരിശിൽ ശാന്തതയോലും കുഞ്ഞാടായി. ജീവിത സഖിയാ വേശ്യാസ്ത്രീ കൈക്കൊണ്ടവനാ ഹോസിയ ദിവ്യ നാദൻ ദൈവം പരിവർജിതനാ അഭിസാരികയാ സ്വന്ത ജനതാ. ഉദ്ധാനത്തിൻ പ്രത്യാശയുമായി പൂഴിയിൽ മേവും സിദ്ധന്മാരെ കാണുക നിങ്ങൾ ഗാഗുൽത്തായിൽ മൃത്യുവരിക്കും സർവാധിപനെ. കല്ലറ വെട്ടി എത്തുക നിങ്ങൾ പൂർവന്മാരെ കാണുക മുന്നിൽ പാപികൾ മധ്യേ ദുഷ്ടരെ ഒരുപോൽ പാവനരാകും മാനവസുതനേ. മിശിഹാനാഥ നിൻ തിരുമരണം പാരിനു ഭാഗ്യം പകരുന്ന നിശം മഹിമയെഴും നിൻ തിരുവുദ്ധാനം എത്ര വിശിഷ്ടം വരസമ്പുഷ്ടം. കർത്താവേ നിൻ ദൈവത്വത്തെ വാഴ്ത്തുന്നവരിൽ കനിയണമെന്നും നിൻ സ്തുതി പാടും ഞങ്ങളിലെന്നും നിൻ കൃപ സദയം തൂകിയിടണമേ. രക്ഷകനീശോ മിശിഹാനാഥ നിന്നെ നമിക്കും തിരുസഭ തന്നിൽ ചൊരിയണമേ നിൻ കരുണാവർഷം കനിവോടവളെ കാത്തിടണമേ. ഉദ്ധിതനീശോ മിശിഹാനാഥ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നേ. പാദനമതുപോൽ റൂഹായ്ക്കും സ്തുതിയുയരട്ടെ എന്നേക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ സമാധാനം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സ്ഥാപിക്കണമേ. നിന്റെ കുരിശുവഴി തിരുസഭയെ ശക്തിപ്പെടുത്തുകയും അവരുടെ സന്താനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ സഭയിൽ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും സമർപ്പിക്കുവാനിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. എൻ്റെ കൈകളും കാലുകളും അവർ തുളച്ചു, എൻ്റെ അസ്ഥികളെല്ലാം അവർ എണ്ണി, അവർ എന്നെ ഉറ്റുനോക്കി. അവർ എൻ്റെ വസ്ത്രം പങ്കിട്ടെടുത്തു, മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകരുതേ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവിൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശവും അനാദിയിൽ ജനിച്ചവനും സൃഷ്ടികൾക്കും സമയത്തിനും അതീതനും സമയത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിച്ചവനും യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചവനും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി തൻ്റെ ദൈവത്വം തെളിയിച്ചവനും വിജയശ്രീലാളിതനായി ഓർസ്ലേം പട്ടണത്തിൽ പ്രവേശിച്ചവനും പീഡകൾ സഹിച്ച് ഇതേ ദിവസം സ്ലീവായിൽ സ്വയം അർപ്പിച്ചവനും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പിലുള്ള പ്രത്യാശ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തവനുമായ മിശിഹാ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. സകലത്തിൻ്റെയും നാഥനും എല്ലാറ്റിൻ്റെയും പരിപാലകനുമായ നിന്നിൽ ഞങ്ങൾ പ്രത്യാശിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നു. അനുതാപത്തോടെ നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്ന പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിച്ച് നല്ല കള്ളനോടും നിന്റെ രാജ്യത്തിന് ഞങ്ങളെയും അർഹരാക്കണമേ. നിന്റെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, തുടർന്ന് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്ന തിരുക്കർമ്മം നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒന്നായിരിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ ഉള്ള ഒന്നാണ്. പീഠാനുഭവ വെള്ളിയാഴ്ച തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞിറങ്ങുമ്പോൾ കയ്പുനീര് കുടിച്ച് ദേവാലയത്തിൽ നിന്ന് പിരിയുന്ന ഒരു രീതി നമുക്കൊക്കെ അറിയാം. പക്ഷെ പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്നു, ആ കയ്പുനീരിനോട് കുരിശ് കഴുകി ചേർത്തിരുന്നു എന്നൊരു രീതിയുണ്ട്. കുരിശിൻ്റെ 4 അഗ്രങ്ങൾ പഞ്ഞി കൊണ്ട് ചെറുതായിട്ട് കഴുകി അത് ആ നീര് ഈ കയ്പുനീരിൽ കലർത്തി അത് കുടിച്ചാണ് നമ്മൾ പിരിഞ്ഞിരുന്നത്. ഇതെന്താ അർത്ഥമാക്കുന്നത്? ഈശോയുടെ പീഡാസഹനത്തിൽ ഞാനും പങ്കുപറ്റുന്നു എന്നതിൻ്റെ ഒരു സിംബോളിക് എക്സ്പ്രഷനാണ്. നമ്മൾ ഇന്ന് അത് ആ കർമ്മം അനുഷ്ഠിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അതിനെ തുടർന്ന് കർത്തൃസന്നിധിയിൽ അല്പനേരം ശാന്തതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും ഒടുവിൽ ഈശോയെ ബലിപീഠത്തിൽ അവനെ ഖബറടക്കുന്ന ശുശ്രൂഷയുണ്ട്. അത്രയും നേരം ഭക്തിയോടെ നമുക്ക് തുടരാം. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു?
നട്ടു നിങ്ങൾ മുന്തിരി ചാറൊരുക്കി വച്ചു. എങ്കിലും ഈ കയ്പുനീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. അമ്മ കന്യാമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക്. ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്കിൻ വശം പറഞ്ഞാലോ കയുമില്ല. അമ്മ കന്നി തുണയെങ്കിൽ പറയാമൽപ്പം. സർവമാനുഷർക്കു വന്ന സർവദോഷ തരത്തിന്ന സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവപങ്ക പാടുകണ്ട സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനേ